സുഖബ്രഹ്മം പരീക്ഷിത്ത് എന്ന് പറയുന്ന ജിജ്ഞാസു മരിക്കാൻ വിധിക്കപ്പെട്ട് 7 ദിവസം മാത്രം അവശേഷിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഗംഗയുടെ തീരത്ത് ചെന്നിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആഗതനായ വ്യാസമഹർഷിയുടെ മോക്ഷപ്രതീകമായിരിക്കുന്ന അവതാര സ്വരൂപം സാക്ഷാൽ സുഖബ്രഹ്മം അവതരിപ്പിക്കുന്നതാണ് ആദ്യത്തെ സപ്താഹം. കൃഷ്ണൻ ധരവിട്ട് 30 കലിവർഷത്തിൽ ആ കന്നിമാസത്തിൽ മുഖ്യമാം ശുക്ല നവമി ദിനത്തിൽ പരീക്ഷിത്തോട് ഈ കഥ ചൊല്ലിനാൻ ശ്രീശുഖമാമുനി എന്ന് മലയാളം. അപ്പോൾ പിടുത്തം കിട്ടിയാവോ? കൃഷ്ണൻ പോയി ഇവിടം വിട്ട് സ്വന്തം ശരീരത്തെ ത്യജിച്ചുകൊണ്ട് അദ്ദേഹം വിട്ടുപോയപ്പോൾ അതിൻ്റെ 30ാമത്തെ വർഷമാണ് ആദ്യത്തെ സപ്താഹം നടക്കുന്നത്. 7 ദിവസക്കാലം സുഖബ്രഹ്മം ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന പരീക്ഷത്തിന് ഭഗവാൻ പോയതിന് ശേഷമാണ്. അപ്പോൾ ഈ പരീക്ഷത്തിന് എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആ സന്ദർഭത്തിൽ പരീക്ഷത്തിന് 66 വയസ്സ്. അത് ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്മൾ തൊട്ടു നോക്കുമ്പോൾ കാണാം. പരീക്ഷിത്തെന്ന് പറയുന്ന രാജാവിന് 66 വയസ്സ്, ഭഗവാൻ പോയിട്ട് 30ാമത്തെ വർഷം. പരീക്ഷിത്ത് എന്ന് പറയുന്ന കഥാപാത്രം രാജ്യം ഭരിച്ച് ഒരു 30 വർഷം കൊണ്ടു ചെന്നപ്പോൾ, അല്ലെങ്കിൽ 33ാമത്തെ വർഷം 36ാമത്തെ വയസ്സിലാണ് സത്യത്തിൽ ഭഗവാൻ പോയത്. ഭഗവാൻ പോയതിന് ശേഷമാണ് അർജുനാദികളെല്ലാം തന്നെ ശരീരം ത്യജിക്കുന്നത്, രാജ്യഭാരം ഏറ്റുകൊണ്ട് പരീക്ഷത്തെ രാജ്യം ഭരിക്കുന്നതും കലിയെ ശാസിക്കുന്നതും. ഇത് ഒന്ന് കൂട്ടി നിങ്ങൾ വായിക്കണം. കൃഷ്ണൻ എപ്പോൾ ശരീരം വിട്ട് ഇവിടെ നിന്ന് പോയോ, ഭാഗവത മാഹാത്മ്യം തന്നെ പറയുന്നു, അപ്പോഴാണ് കലി തുടങ്ങിയത്, കലിയുഗം. അപ്പോൾ കലിയുഗമെന്നോ കലി എന്ന് പറയുന്ന ആ കാലം തുടങ്ങുന്നത് ഭഗവാന്റെ സ്വർഗതിയോടൊപ്പമാണ്, സ്വധാമ ഗമനത്തോട് ഒപ്പമാണ്. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോ? ഭാഗവതം നമ്മൾ പഠിക്കാൻ ഒരുമ്പെട്ടിരിക്കുകയാണ്, കച്ച കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ കച്ച കെട്ടി എന്താത് 16 മുഴം ചുമന്ന പട്ട് വേണം കച്ച കെട്ടുക. കളരിപ്പയറ്റിന് വേണ്ടിയിട്ട് 16 മുഴം അത് ഉടുത്ത് കെട്ടി കഴിഞ്ഞാൽ അതിനിപ്പോൾ വേറെ ആരും നോക്കണ്ട, നമ്മുടെ തന്ത്രി ഉണ്ട് ഇവിടെ, ഇല്ലല്ലേ? തന്ത്രി വരുമ്പോൾ നോക്കിയാൽ മതി. ഇണക്കച്ച അതിങ്ങനെ കെട്ടി, വട്ടത്തിൽ കെട്ടി, ഇങ്ങനെ കെട്ടി. അപ്പോൾ വാസ്തവത്തിൽ ഇതെല്ലാം കെട്ടി കച്ച കെട്ടി ആരെങ്കിലും കുത്തിയാൽ തന്നെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കച്ച. മനസ്സിലായാവോ? ആരെങ്കിലും കുത്തിയാൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കച്ച കെട്ടി മുറക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ മന്ത്രം പൂജാദികൾ നടത്തുമ്പോൾ വാല് പോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കും. ഇരട്ടക്കച്ച ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് അത് കെട്ടി ഒരു മുഴ പോലെയാക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്പൂരിവാരി ഇങ്ങനെ ഒരു മുഴ, എന്തിനപ്പോൾ ഈ മുഴ? മന്ത. അപ്പോൾ അതങ്ങനെ മുഴ കെട്ടുന്നതും വാസ്തവത്തിൽ നമ്മളിലേക്ക് ബാധ കയറാതിരിക്കാൻ വേണ്ടി ജപിച്ച് കെട്ടുന്നതാണ്. അത് കേട്ടിട്ടുണ്ടോ? ജപിച്ച് കെട്ടുക. കൊച്ചുകുട്ടികൾക്ക് നമ്മൾ ചരട് ജപിച്ച് കൊടുക്കാറില്ലേ? നിങ്ങൾ മുതിർന്നവരും ജപിച്ച് കെട്ടാറില്ലേ? മൂവാറ്റുപുഴക്കാരൻ റിട്ടയേർഡ് ശബരിമല മേൽശാന്തി വരുമ്പോൾ ചരടും കൊണ്ടേ വരുള്ളൂ. ചില ആചാര്യന്മാർ ആദ്യത്തെ കൊല്ലം പ്രകാശനോട് വന്നപ്പോൾ ചരടും കൊണ്ടാണ് വന്നതില്ലേ? പ്രകാശ് അദ്ദേഹം കേൾക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയില്ല. അപ്പോൾ ഇത്തരത്തിൽ ചരടും കൊണ്ട് വന്ന് ചരട് കെട്ടിക്കൊടുക്കുന്ന ആചാര്യന്മാരുണ്ട്. ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ചരട് കെട്ടുന്ന പോലെ ജപിച്ച് കെട്ടുക, ജപിച്ച് കെട്ടിയിട്ടൊരു മുഴ പോലെ ഇവിടെ ആക്കി വയ്ക്കുക, ഇതെല്ലാം തന്നെ ശരീര രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കച്ച കെട്ടിക്കൊണ്ട് കളരിപ്പയറ്റിന് മുതിരുന്ന ആയോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നൊരു വ്യക്തിയും വാളുകൊണ്ട് കുത്തേറ്റാൽ പോലും ബാധിക്കാത്ത രീതിയിലാണ് കച്ച കെട്ടി മുറുക്കുകയാണ്. കച്ച കെട്ടുക എന്ന് പറയുന്നതിനർത്ഥം എന്താ? തുടക്കം കുറിക്കുക, കച്ച കെട്ടുക, ഒരുമ്പെടുക, അതിന് ഏർപ്പെടുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തത് കൊണ്ട് ഭഗവാന്റെ സ്വധാമഗമനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 125 വയസ്സായപ്പോൾ, ഇതൊക്കെ വെറുതെ പഠിച്ചു വെച്ചേക്കുക, ആര് കണ്ടു കൊടുക്കും 125 വയസ്സ് ആർക്കറിയാം. ഏതായാലും 125 വയസ്സായപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയ കാര്യമൊക്കെ നമ്മൾ ഒടുവിൽ ഏകാദശസ്കന്ധത്തിൻ്റെ ഒടുവിൽ കാണും. അങ്ങനെ പോയപ്പോൾ ഇവിടെ കലിബാധിച്ച സന്ദർഭത്തിലാണ് ഈ ശുഖബ്രഹ്മത്തിൻ്റെ ഭാഗവതം കേൾക്കാൻ അർഹത കിട്ടിയ പരീക്ഷിത്ത് രാജ്യഭാരം ഏൽക്കുന്നത്. രാജ്യഭാരം ഏൽക്കുന്ന അദ്ദേഹമാണ് വാസ്തവത്തിൽ തൻ്റെ കാരണവന്മാർ ഓരോരുത്തരായിട്ട് വടക്കോട്ടേക്ക് പോയി മഹാപ്രസ്ഥാനം നടത്തി ശരീരമെല്ലാം തന്നെ ത്യജിച്ച് ഹിമാലയ സേനകളിൽ അവർ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞപ്പോൾ രാജ്യഭാരം ഏൽക്കാനായിട്ട് പരീക്ഷിത്താണെങ്കിൽ ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാനെ കണ്ട ഒരു സുഹൃതിയാണ്. അത്തരത്തിൽ യോഗ്യനായിരിക്കുന്ന ഇദ്ദേഹം ഒടുവിൽ ഈ പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുമെന്നുള്ള വിധി വന്നപ്പോൾ 7 ദിവസക്കാലം അവശേഷിച്ചിരിക്കുന്ന എങ്ങനെ പ്രായോഗികമാക്കാം, എങ്ങനെ ഫലപ്രദമാക്കാം, അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ചിന്ത കടന്നു വന്നപ്പോഴാണ് ഗംഗയുടെ തീരത്ത് ചെന്നിരുന്നു.
അദ്ദേഹം വടക്കോട്ടേക്ക് തിരിഞ്ഞിരുന്നു. കാരണം എന്താ, അവരുടെ പൂർവികരെല്ലാവരും തന്നെ പോയത് വടക്കോട്ടാണ്. മറന്നു പോകരുത്, ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ കടന്ന് സദാസമയവും നമ്മുടെ ചിന്തയിൽ വരേണ്ട സംഗതികളാണ്. നമ്മുടെ സനാതന സംസ്കാരത്തിൽ സനാതനം എന്നുള്ള വാക്കിന് അതിനെ അന്വർത്ഥമാക്കുന്ന ഇത്തരത്തിലുള്ള വാക്കുകളാണ്. നമ്മൾ വടക്കോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഹിമാലയ സാനുക്കളിൽ അനവധി ഉടജങ്ങൾ പർണശാലകളിൽ കുത്തിയിരുന്ന് അനേകായിരം സംവത്സരങ്ങളിലൂടെ തപസ് ചെയ്ത് സമാർജിച്ച ആ തപസ്സിൻ്റെ ഫലമാണ് നമ്മൾ ആസ്വദിക്കുന്നത്, അനുഭവിക്കുന്നത്. ഭാരതവർഷം ഒരു ഗുരുവായിട്ട് മാറുന്നു എങ്കിൽ അത് ഈ തപസ്സിൻ്റെ പരിണത ഫലമാണ്. അപ്പോൾ വടക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള 7 ദിവസക്കാലം ഞാനിത് എൻ്റെ കാരണവന്മാർ കാണിച്ചു തന്ന പോലെ വടക്കോട്ട് പോവുകയാണ്. ഞാൻ തെക്കോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. യമൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന പാപികളാണ്. അഥവാ പുണ്യം ചെയ്തവരും അവിടെ ചെല്ലും. പുണ്യം ചെയ്യുന്നവരെ തരം മാറ്റി നിർത്തിയിട്ട് പൊയ്ക്കോ സ്വർഗത്തിലേക്കെന്ന് പറയും. പാപം ചെയ്തവരാണെങ്കിൽ പൊയ്ക്കോ താഴോട്ടെന്ന് പറയും. മനസ്സിലായില്ല? ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വിടും. വിശ്വാമിത്രൻ ത്രിശങ്കുവിനെ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഉയർത്തിവിട്ട പോലെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വിടും. കാരണം പുണ്യം ചെയ്തവരാണ്. പാപം ചെയ്തവരെ എല്ലാവരെയും താഴത്തേക്കൊരു കുഴി കുഴിച്ചിട്ട് അങ്ങോട്ടേക്ക് ഉന്തിയിടും. അത് നരകം. അപ്പോൾ മുകളിൽ സ്വർഗം, താഴെ നരകം. അപ്പോൾ ഇടയിലെന്താ? ഭൂമി. ഇതാണ് ത്രിലോകങ്ങൾ. ഭയങ്കര ഒരു ഉദാത്തമായിട്ടുള്ള ഭാവനയാണ് നമ്മുടെ പൂർവികരുടേത്. പൂർവികർ സമ്പാദിച്ചു തന്ന ഈ ത്രിലോകങ്ങൾ, മുകളിൽ ആകാശം, താഴെ ഭൂമി, വയലാറും പാടി ഇല്ലേ? അപ്പോൾ എല്ലാ തരത്തിലും ഇങ്ങനെയുള്ള മുകളിൽ ആകാശം, താഴെ ഭൂമി, ഇടയ്ക്ക് താഴെ ഈ പറയുന്ന രീതിയിൽ നരകമുണ്ട്. അങ്ങോട്ടേക്കൊന്ന് തള്ളിവിടുന്നതൊക്കെ യമനാണ്. തെക്കോട്ടേക്ക് തിരിഞ്ഞിരുന്നാൽ അങ്ങനെ കട്ടതകൾ. ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടും ധരിക്കാം, പരീക്ഷിത്ത മഹാരാജാവിന് പുണ്യം എന്ന് പറയുന്നത് ചിന്തിച്ചിട്ടില്ല, പാപവും തീണ്ടിയിട്ടില്ല. മറന്നുപോകുമോ? പുണ്യപാപ ചുമടാകും ഇരുമുടിക്കെട്ടും ഏന്തി പൊന്നമ്പല മല ചവിട്ടാൻ വരുന്നോ ഞങ്ങൾ. എവിടെ? ചമ്മന്തിപ്പൊടിയൊക്കെ പുറകിൽ. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടിയും തേങ്ങയും മാങ്ങയും ഇതെല്ലാം തിന്നാനുള്ളത് മുഴുവൻ പുറകിലെ കെട്ടിലിട്ട് ഭഗവാനിങ്ങനെ അഭിഷേകം ചെയ്യാനുള്ള ഏറ്റവും മോശമായിട്ടുള്ള മിൽമ നെയ്യ് അതും ഇങ്ങനെ കുപ്പിയിൽ നിറച്ചുകൊണ്ട് അത് തലയിൽ അങ്ങനെ പുണ്യപാപ ചുമടാകുന്ന ഇരുമുടിക്കെട്ട് അത് ഏന്തിക്കൊണ്ട് ശബരിമലയിൽ ചെല്ലുമ്പോൾ കഴിച്ചാൽ പൊട്ടാത്ത അപ്പവും അരവണയും ഇതെല്ലാം തന്നെ വാങ്ങിക്കൊണ്ട് തിരിച്ചു പോരുമ്പോൾ വീണ്ടും പുണ്യം പാപം ചുമന്നുകൊണ്ട് പോരുകയാണ്. അവിടെയെല്ലാം തന്നെ നിക്ഷേപിച്ചുകൊണ്ട് പിന്നെ ഒരിടത്തേക്ക് പോകേണ്ടതില്ല എന്നുള്ള മട്ടിലിരുന്നാൽ പരീക്ഷത്തിനെ പോലെ ഇരിക്കാം. ഒരു ചെറിയ സംഗതി ഇപ്പോഴേ തന്നെ ഇട്ടുകാരെ ഇപ്പോഴേ ഉറപ്പിക്കുക. ഇവിടെ വായിക്കുന്ന ഈ മൂലം ഭാഗവതത്തോട് അപ്പുറം ഇപ്പുറമായിട്ടൊരു പ്രത്യേക പുസ്തകമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. മുഴങ്ങോട്ടുവിള എന്ന് പറയുന്ന കൊല്ലത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ഇത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി. അതാണ് ഒരു വശത്ത് മൂലം. ഈ മുഴങ്ങോട്ടുവിളയുടെ പരിഭാഷ പോലെയല്ല എഴുത്തച്ഛൻ്റെ പരിഭാഷ. എഴുത്തച്ഛൻ തൻ്റെ തോന്നിയാസം പോലെ കുറേ കഥകളെല്ലാം തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൃഷ്ണാവതാരം കഴിഞ്ഞിട്ട് പ്രദ്യുമ്നോൽപ്പത്തി എന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോൾ കൃഷ്ണൻ്റെ ആദ്യത്തെ കുട്ടി അതിനെ കാണാതെ പോയപ്പോൾ ഈ പറയുന്ന രുക്മിണീ സഹിതനായിട്ട് അദ്ദേഹം കൈലാസത്തിലേക്ക് പോകുന്നതെല്ലാം തന്നെ ഭാഗവതത്തിൽ നിന്ന് വിട്ട കഥകളാണ്. അഷ്ടമസ്കന്ധത്തിൽ എന്താണ് വാമനാവതാരം, അതിൽ ഈ ശുക്രാചാര്യൻ അത് ചെയ്തു ഇത് ചെയ്തു ഒരു കരടായിട്ട് അല്ലെങ്കിൽ ഒരു കീടമായിട്ട് അതിൻ്റെ ഈ പറയുന്ന കിണ്ടിയുടെ മുരലിൽ ഇങ്ങനെ കടന്നു എന്ന് പറയുന്നതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടിച്ചേർക്കലാണ്. എന്തെന്നില്ലാത്ത ഭാവനയുള്ളൊരു പ്രത്യേകത, മെനഞ്ഞെടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിത്വമാണ് ഈ പറയുന്ന എഴുത്തച്ഛൻ. അതുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ പാടി. പാലാഴി മഥനം കഴിഞ്ഞപ്പോൾ അവിടെയും ഈ അയ്യപ്പൻ്റെ അവതാരം എന്ന് പറഞ്ഞില്ല, പക്ഷെ മോഹിനി വേഷം. അതിൽ വാസ്തവത്തിൽ അതിലൂടെ വരുന്ന ഒരു പുത്രനെ നൽകി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാവനയാണ്. പുത്രനെ നൽകി. അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ്. കണ്ണടച്ചവിടെ ഇരിക്കാൻ പറഞ്ഞു, കണ്ണടച്ചിരുന്നു. എന്നിട്ട് ഈ പറയുന്ന അസുരന്മാരെ പറ്റിച്ചു. എന്നിട്ട് അവരിൽ നിന്ന് സുധാകുംഭം ഏറ്റുവാങ്ങിക്കൊണ്ടുപോയി എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഇവിടെ എഴുത്തച്ഛൻ്റെ മലയാള ഭാഗവതം കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയത്, അവിടെയും വളരെയേറെ കാര്യങ്ങൾ നമുക്ക് തോണ്ടിയിട്ട് തരുന്നുണ്ട്. അതിലൊന്നാണ് ദുഃഖിച്ചു പാപവും ഭോഗിച്ച പുണ്യവും തീർന്നു മൈക്കണ്ണിമാർക്ക് എന്ന്. കഴിഞ്ഞ കൊല്ലവും പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല, പറഞ്ഞൂടാ. കഴിഞ്ഞ കൊല്ലം അജിത്താമ്പല്ലൂരായ കാരണം അദ്ദേഹം പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തുമ്പോൾ അതിൻ്റെ ഒരു കിട്ടിയ സമയത്ത് ചിലപ്പോൾ പറഞ്ഞു കാണും. എന്താ പാടിയത്? ദുഃഖിച്ച പാപവും ഭോഗിച്ച് പുണ്യവും തീർന്നു മൈക്കണ്ണിമാർക്ക്. മൈക്കണ്ണിമാരെന്ന് പറയുന്ന ഗോപസ്ത്രീകൾ ഭഗവാനെ കാണാതിരുന്നപ്പോൾ രസക്രീഡാവേളയിൽ ദുഃഖിച്ചുകൊണ്ട് അവരുടെ പാപമെല്ലാം തന്നെ തീർന്നു. ഇനി അവരുടെ പുണ്യം എങ്ങനെ തീർന്നു എന്ന് ചോദിച്ചാൽ ഭഗവാനുമായിട്ട് കെട്ടി ഉരുമ്മി.
ആ രാസക്രീഡാവേളയിൽ തന്നെ കിട്ടിയ അവസരം പാഴാക്കാതെ ഒരു പ്രത്യേക രീതിയിൽ ലീല ആടിക്കൊണ്ട് അവർക്ക് ഭോഗിച്ചുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ നേടാനും കഴിഞ്ഞു. ദുഃഖിച്ചു പാപവും ഭോഗിച്ചു പുണ്യവും തീർന്നു മൈക്കണ്യമാർക്ക്. അപ്പം ഇത്തരത്തിലുള്ള പ്രയോഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ വാസ്തവത്തിൽ പാപവും പുണ്യവും രണ്ടും തീരണം. അപ്പോൾ വാസ്തവത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മെനക്കെട്ടിരിക്കുന്നത്. സ്വർഗത്തിൽ പോയി കൊള്ളട്ടെ, ഭഗവത്ഗീത പറയുന്ന പോലെ സ്വർഗം എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞാലും പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ ഉരുണ്ട് താഴത്തേക്ക് വീഴും. പിന്നെ കിട്ടിയിട്ടെന്താ കാര്യം? പാപം ക്ഷയിച്ചു കഴിഞ്ഞാൽ താഴത്ത് നിന്ന് മുകളിലേക്ക് കയറി വരികയും ആകാം. അപ്പോൾ പുണ്യപാപ ചുമട് നമുക്ക് വേണ്ട, രണ്ടും ഉപേക്ഷിച്ചുകൊണ്ട് ആ ഇരിക്കുന്നൊരു മഹത് വ്യക്തിത്വമാണ് ഈ പരീക്ഷത്ത്. അദ്ദേഹം വടക്കോട്ടേക്ക് തിരിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മോക്ഷം മതി, പുണ്യവും വേണ്ട പാപവും വേണ്ട. നിങ്ങൾ ഒരു കാര്യവും കൂടി ശ്രദ്ധിച്ചിട്ട് ഈ വിഷയത്തിലേക്ക് കടക്കുക. ദ്വന്ദ്വം എന്ന് പറയുന്ന രണ്ട് എന്ന് പറയുന്ന ദ്വൈതം എന്ന് പറയുന്ന ഭാവം അതൊരിക്കലും നല്ലതല്ല. ഭാഗവത ഭാഷയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ സനാതന ധർമ്മത്തിലും രണ്ടെന്നുള്ള ചിന്ത വിട്ടുപോയേ മതിയാവൂ. ഒന്നായി നിന്നേഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായ ഇരുണ്ടലാണ്. ആ ദുഃഖം വാസ്തവത്തിൽ മിണ്ടാവതല്ല എന്ന് പറഞ്ഞിരിക്കുന്ന എഴുത്തച്ഛൻ്റെ പ്രയോഗം തന്നെ നമ്മൾ കടമെടുത്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ രണ്ടെന്നുള്ള ചിന്ത അരുത്. അപ്പോൾ എല്ലാ തരത്തിലും ഒന്ന് എന്നുള്ള ചിന്ത വരുമ്പോൾ പുണ്യം പാപം എന്ന് പറയുന്ന പാടുണ്ടോ? സുഖം ദുഃഖം എന്ന് പറയുന്നൊരവസ്ഥ പാടുണ്ടോ? ലാഭം നഷ്ടം എന്ന് പറയുന്നൊരവസ്ഥയാകാമോ? രാത്രി പകലെന്ന് പറയുന്ന ചിന്ത പാടുണ്ടോ? ചിന്തിക്കുക. അങ്ങനെ ഇതെല്ലാം തന്നെ ഇല്ലാതെയായിട്ടുള്ളൊരു മഹത് വ്യക്തിത്വമാണ് ആര്? പരീക്ഷിത്ത്. അദ്ദേഹം അതുകൊണ്ട് വടക്കോട്ടേക്ക് തിരിഞ്ഞിരുന്നു. മറന്നു പോകുമോ? ഇതെല്ലാം തന്നെ കിട്ടുന്നതെല്ലാം തന്നെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്കും വാസ്തവത്തിൽ പരീക്ഷിച്ചതിനെ പോലെ ഇങ്ങനെ പറന്ന് പോകാം. അതാണ് ഊർധ്വഗതി. സബ്ജക്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടു നോട്ടീസിലല്ലേ? ഊർധ്വഗതി ഭാഗവതത്തിലൂടെ. ഒരു കാര്യവും കൂടി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ മുത്തച്ഛൻ ഞാൻ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തെന്നില്ലാത്ത ഊർധ്വൻ വലിച്ചുകൊണ്ടാണ്. കേട്ടിട്ടുണ്ടോ? ഊർധ്വൻ മരിക്കാൻ സമയത്ത് എന്തെന്നില്ലാത്തൊരു വായു ഇങ്ങനെ വലിച്ചുവിടുന്നൊരു ശബ്ദം കേൾക്കാൻ ഘുർ ഘുർ ശബ്ദം എന്ന് ഭാഗവതം പറയും. കഫക്കെട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെ ശരീരത്തിൽ കഫക്കെട്ട് വരുമ്പോൾ പുറത്തേക്ക് വായു വിടുമ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടാകുന്നത് ഘുർ ഘുർ എന്ന് ഭാഗവതം പറയുന്നത്. അത് ഉച്ചത്തിൽ ഇങ്ങനെ ശബ്ദത്തോടുകൂടി വളരെ ശക്തിയോടുകൂടി ഇങ്ങനെ വായുവിനെ വലിച്ചു വിടുന്നത് ഊർധ്വൻ വലിക്കുക എന്ന് പറയും. മരണസന്ദർഭത്തിൽ നിങ്ങളും ഞാനും ജനിച്ച സമയത്ത് ഏതൊരു ജീവനെയാണോ പ്രാണനെയാണോ വായുവിനെയാണോ ക്വാ 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 എന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സ് സൂചിക്കിട്ട് ഊത്തിയിട്ടായിരിക്കും. ചിലപ്പോൾ നേഴ്സുമാർ സൂചിയിട്ട് ഊത്തും, കൊച്ച് കരയണില്ല പോലും. അപ്പോൾ അത്തരത്തിൽ ചാപിള്ളയല്ല എങ്കിൽ പുറത്തേക്ക് വന്നാൽ ഉടനെ തന്നെ ക്വാ 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 എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വലിച്ച ആ വായുവിനെ പുറന്തള്ളുന്നത് ഈ മരണവേളയിൽ വളരെ ശക്തമായിട്ടാണ്. ഊർധ്വൻ വലിക്കുക. ആ ഊർധ്വം എന്ന് പറയുന്നത് ആ വാക്ക് അല്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഊർധ്വൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള യാത്രയാണ്. ഊർധ്വം ഊർധ്വം നിങ്ങളത് കേട്ടിട്ടില്ലേ? ഊർധ്വരേതസ്. അപ്പോൾ ഊർധ്വരേതസ് എന്ന് പറയുന്ന പ്രയോഗം വരുമ്പോൾ ശുഖബ്രഹ്മം ഊർധ്വരേതസാണ്, ഹനുമാൻ ഊർധ്വരേതസാണ്. അപ്പോൾ ഊർധ്വരേതസായിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ ബ്രഹ്മചാരികളാണ്. ശബരിമല ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുന്ന ദേവത ഊർധ്വരേതസാണ്, സബ്രഹ്മചാരിയാണ്. അപ്പോൾ രേതസിന് മുഴുവൻ നമ്മൾ, അതായത് ലൈംഗിക ശേഷി അല്ലെങ്കിൽ സൃഷ്ടിക്കാനുള്ള കഴിവ്, അതിനെ മുഴുവൻ ഊർധ്വമാക്കി മാറ്റുന്നതും അവിടെയും ഊർധ്വൻ മുകളിലേക്ക് ഇങ്ങനെ പോവുക, വളരെ ഊർധ്വഗതി. അപ്പോൾ ഗതി എന്ന് പറഞ്ഞാൽ സഞ്ചാരമാണ്, യാത്രയാണ്. അപ്പോൾ മുകളിലേക്കുള്ള ഗതിയാണ് ഭാഗവതത്തിൽ. അതാണ് സബ്ജക്റ്റ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റായിരിക്കുന്ന ഊർധ്വഗതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറയുന്ന പരീക്ഷിതം വരാൻ മഹാരാജാവ് പുണ്യപാപങ്ങളെയെല്ലാം തന്നെ ഇല്ലാതെയാക്കിയിട്ടുള്ളൊരു മഹത് വ്യക്തിത്വം, രണ്ട് എന്ന് പറയുന്ന ദ്വൈതാവസ്ഥയെ എല്ലാം തന്നെ അതിക്രമിച്ച അദ്ദേഹം വാസ്തവത്തിൽ വടക്കോട്ടേക്ക് നോക്കിയിരുന്നപ്പോൾ തെക്കുന്ന് വടക്ക് നിന്ന് തെക്കോട്ടേക്ക് അഭിമുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആര് വന്നു? ശുഖബ്രഹ്മം ഓടി വന്നു. ഇവിടെ ഇപ്പം നടക്കുന്ന പ്രശ്നം അതാ. മറ്റന്നാളൊരു കേസും ഉണ്ട്, അഭിമുഖ കുർബാന, പരസ്പര അഭിമുഖ കുർബാന. ഇവിടെ ഉണ്ടാവും ക്രിസ്ത്യാനികളില്ലേ? പരസ്പര അഭിമുഖ കുർബാന വേണോ ഏകീകൃത കുർബാന വേണോ? തമ്മിൽ തന്നെ നൽകണോ? എന്താണെന്ന് മനസ്സിലായോ? ജനങ്ങളുമായിട്ട് ഭക്തന്മാരുമായിട്ട് വന്നിരിക്കുന്ന ആ പള്ളിയിലെ വിശ്വാസികളുമായിട്ട് മുഖാമുഖം നിന്നിട്ട് വേണമോ അതോ ആൾക്കാരയ്ക്ക് അഭിമുഖമായിട്ട് വേണമോ എന്നുള്ള തർക്കമാണ്. ഭ്രാന്ത്. അത് ഉറക്കെ പറയണ്ട, അവർ കേട്ട കുഴപ്പമില്ല.
എങ്ങനെയെന്നാൽ എന്താ ഭഗവാന് ഈശ്വരന് വല്ല വ്യത്യാസമുണ്ടോ? അപ്പോൾ എല്ലാ തരത്തിലും ഊർധ്വഗതി എന്ന് പറയുന്നത് രണ്ടെന്നുള്ള അവസ്ഥയില്ലാത്ത പരീക്ഷത്തിന് ഇനി അതേ ആഗ്രഹമുള്ളൂ, എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറണം. അപ്പോൾ താഴത്തുള്ള ഈ കിടപ്പ് പ്രസവാനന്തരം നമ്മൾ അധപ്പതിച്ചിരിക്കുന്ന ഈ സംസാരത്തിലേക്ക് വന്നു കിടക്കുന്ന അവസ്ഥ, അധോഗതിയായിരിക്കുന്ന അവസ്ഥ, അതിനെ മാറ്റിയിട്ട് ഊർധ്വഗതിയാകുക. അതിനുവേണ്ടി കൊത്തിയിരിക്കുന്ന സാക്ഷാൽ പരീക്ഷിത് മഹാരാജാവിന് അത് പറഞ്ഞു കൊടുക്കാനെത്തിയത് ശുഖബ്രഹ്മമാണ്, വേദവ്യാസ സന്തതി. അരണിക്കോലുകൾ കടഞ്ഞപ്പോൾ ഏതൊരഗ്നിയിലേക്കാണോ വേദവ്യാസൻ്റെ വേദസ് പതിച്ചത്, അത് ദ്രവിച്ച് ലയിച്ച് ദഹിച്ച് അത് ഊർധ്വമായപ്പോൾ ഉണ്ടായത് ശുഖബ്രഹ്മം. പിടുത്തം കിട്ടിയാവോ? അഗ്നിയിലേക്ക് വീണ ഏതെങ്കിലും കുട്ടിയായിരിക്കുമോ? ഓ, അഗ്നിയിലേക്ക്. അപ്പോൾ അഗ്നിയിലേക്ക് പതിച്ച വേദവ്യാസൻ്റെ രേതസ്സിൽ നിന്ന് ശുഖബ്രഹ്മം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ചൈതന്യവത്തായിരിക്കുന്ന ആത്മസ്വരൂപമായിരിക്കുന്ന ഊർധ്വഗതിയെ, മുകളിലേക്കുള്ള യാത്രയുടെ പ്രതീകമായിരിക്കുന്ന സാക്ഷാൽ മോക്ഷത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ശുഖബ്രഹ്മം. ആ വ്യത്യാസം നമുക്ക് ഇവിടെ കാണാം. മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു വന്നിരിക്കുന്ന ഇദ്ദേഹം വടക്കോട്ടേക്ക് ഇരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിന് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ആ രംഗമാണ് ആദ്യത്തെ സപ്താഹം. ഞാൻ ഒടുവിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്നാണ് ഈ സപ്താഹം നടന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന 6-ാമത്തെ അധ്യായത്തിൽ ഒടുവിൽ 97, 98 ഈ പറയുന്ന ശ്ലോകങ്ങളിൽ കൃഷ്ണൻ ധരവിട്ട് 30 കരിവർഷത്തിലെ കന്നിമാസത്തിൽ മുഖ്യമാം ശുക്ലനവമി ദിനത്തിൽ പരീക്ഷിത്തോട് ഈ കഥ ചൊല്ലിനാൻ ശ്രീശുഖമാമുനി. ആദ്യ സപ്താഹം. ഒരു കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. വായനയെല്ലാം തന്നെ തുടങ്ങേണ്ടത് നവമിക്കാണ്. നവമി എന്താ? നവമി 9-ാമത്തെ ദിവസം. അപ്പോൾ ഈ കറുത്തമാവ് കഴിഞ്ഞ് വെളുത്തപക്ഷത്തിലേക്ക് കടന്നു 9-ാമത്തെ നവമി ദിവസം സപ്താഹം തുടങ്ങിയാൽ 7 ദിവസക്കാലം കൊണ്ട് നമ്മൾ വെളുത്ത പാവിൽ വന്ന് നിൽക്കും. അതാണ് അതിൻ്റെ ഐഡിയ. എന്താ ഐഡിയ? ഈ പറയുന്ന കറുത്ത പാവ് കഴിഞ്ഞ് ദേവീഭാഗവതം തുടങ്ങാൻ നല്ലത്. അപ്പോൾ ദേവീഭാഗവതം എന്നിട്ട് ഈ പറയുന്ന നവമിയിൽ അവസാനിപ്പിക്കാം. നല്ല ഒരു സന്ദർഭം. അതുപോലെ തന്നെ ഇവിടെ നവമിക്ക് തുടങ്ങുക, എന്നിട്ട് പൗർണമിക്ക് അവസാനിപ്പിക്കുക. പൂർണ്ണതയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭാഗവതം എന്ന് ചുരുക്കം. വെളുത്ത പാവ് പോലെ വലിയ പൂർണ്ണമായി ഇരിക്കുന്ന നിലാവെല്ലാം തന്നെ എല്ലാവരിലും ഈ കുളിർമയേകുന്ന ആ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാണ് സപ്താഹം. വെളുത്തവാവ് ദിവസം തീരുക, നവമി ദിവസം തുടങ്ങുക. ഈ മൂന്നും അങ്ങനെയാണ്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണൻ ധരവിട്ട് 30 കലിവർഷത്തിലെ കന്നിമാസത്തിൽ മുഖ്യമാം ശുക്ല നവമി ദിനത്തിൽ പരീക്ഷിത്തോട് ഈ കഥ ചൊല്ലിനാൻ ശ്രീശുഖമാമുനി. അതാണ് മൂലം. ആ കൃഷ്ണ നിർഗമാത് 30 വർഷാധികഗതേ കലോ നവമീതോ നഭസ്യ ച കഥാരംഭം ശുഖോ അകരോത്. ആദ്യത്തെ. ഇനി രണ്ടാമത്തത് ശുക്ലനവമി ദിവസം. അതുപോലെ തന്നെ വീണ്ടും അതുപോലെ തന്നെ ആ പരീക്ഷിത്തിച്ചരിതം ശ്രവിച്ചതിൻ പിൽപ്പാട്. പരീക്ഷത്തിൻ്റെ കഥ കഴിഞ്ഞ് അപ്പോൾ 30 വർഷം കഴിഞ്ഞു കലി തുടങ്ങിയിട്ട്, ഭഗവാന്റെ സുധാമഗമനം കഴിഞ്ഞിട്ട്. ആ പരീക്ഷിത്തിച്ചരിതം ശ്രവിച്ചതിൻ പിൽപ്പാട് 200 കല്യബ്ധം കലിയുടെ ആ വർഷം പിന്നാലെ 200 വന്നപ്പോൾ 200-ാമത്തെ, അപ്പോൾ 230 കർക്കടക ശുക്ലനവമിയിൽ ഗോകർണനി കഥ പാരായണം ചെയ്തു മാമുനി. കർക്കിടക മാസത്തിൽ വെളുത്തവാവിന് തീരത്തക്ക രീതിയിൽ നവമിക്ക് തുടങ്ങിയെന്ന്. അപ്പോൾ രണ്ടാമത്തെ. അപ്പോൾ രണ്ടാമത്തത് ഈ പറഞ്ഞു കൊടുക്കുന്ന ഗോകർണനാണ്. ഇപ്പോൾ നമ്മൾ കേട്ട മഹാത്മ്യത്തിൽ ആദ്യം മുതൽ അവസാനം വരേക്ക് സവിസ്തരം പ്രതിപാദിക്കുന്ന ഗോകർണൻ്റെ സപ്താഹമാണ്. ഗോകർണൻ എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കർണത്തോട് കൂടിയത്. അയാളുടെ ചെവിയുടെ ആകൃതി, ആ രൂപഭാവങ്ങളെല്ലാം തന്നെ പശുവിൻ്റെ ഈ പറയുന്ന ചെവി പോലെയാണ്. പശുവിൻ്റെ ചെവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെയിരിക്കും, അതാണ് പശുവിൻ്റെ ചെവിയുടെ രീതി. ഇത് വാസ്തവത്തിൽ ആചമിക്കാനുള്ളത്. കൃഷ്ണദാസ് അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇല്ലേ? പോയോ? ഇതോടെ പോയി ആഹാരം കഴിക്കാൻ പോയി. അപ്പോൾ ഏതായാലും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ആചമിക്കാനുള്ളതാണ്. ഇതാണ് ഗോകർണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. ആ ചെവിട്ടിലേക്ക് കടന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തള്ളവിരലിനുള്ളിലേക്ക് മടങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ളൊരു ചെവിയാണ് എങ്കിൽ അകത്തേക്ക് കടന്നത് പുറത്തേക്ക് പോകില്ല, അകത്തേക്ക് തന്നെ പോകും. മനസ്സിലായോ? അപ്പോൾ ചെവി എന്തിനുള്ളതാണ്? കേൾക്കാനുള്ളത്. കേട്ടതെല്ലാം തന്നെ പുറത്തേക്ക് പോകാതിരിക്കുന്ന രീതിയിലുള്ളൊരു ചെവി പശുവിൻ്റേത്. അതുകൊണ്ടാണ് ഗോകർണനെ പശു കിട്ടിയപ്പോൾ എല്ലാം തന്നെ സശ്രദ്ധം ശ്രവിക്കുന്നൊരു കഥാപാത്രമാണ് ഗോകർണൻ. ഒന്ന്. ഇനി ഈ ഗോകർണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ഗോ ശബ്ദമുള്ളത് കൊണ്ട് അയാൾ ആത്മജ്ഞാനിയാണ്.
ഗോശബ്ദം കൊണ്ട് ഈശ്വരനെയും, പശു എന്ന് മാത്രമല്ല, പശു നമ്മുടെ ദേവതയാണല്ലേ, പശു എന്ന് പറയുന്ന ഗോമാത. അപ്പൊ എല്ലാ തരത്തിലും പശു, ആ ഗോ എന്നുള്ള അർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മഭാവം, ആ ഈശ്വരഭാവം, ഇതെല്ലാം തന്നെ ഗോകർണ ശബ്ദത്തിലുകൊണ്ട ചെവി, അയാളുടെ പശുവിൻ്റെ ചെവി പോലെ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ, വളരെയേറെ ശ്രദ്ധാവാനാണ്. ശ്രദ്ധാവല്ലഭതേ ജ്ഞാനം എന്ന് പറയുന്ന രീതിയിൽ ശ്രദ്ധ വെച്ച് പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ ചെവിയുള്ളത് കൊണ്ട് അദ്ദേഹം ഗോശബ്ദത്തിലൂടെ ആത്മജ്ഞാനിയാണ് എന്നുകൂടി. ആത്മജ്ഞാനി, ഈ ആത്മജ്ഞാനിയായ ആ വ്യക്തിയെ നമ്മൾ പറയുന്ന വേദാന്ത ഭാഷയിൽ പറയുന്നത് നിത്യ അനിത്യ വിവേകമെന്നാണ്. എന്താ പറയുക? നിത്യ അനിത്യ വിവേകം. മനുഷ്യന് പേരിട്ടിരിക്കുന്നത്, ഹോമോസാപ്പിയൻ എന്ന് പേരിട്ടിരിക്കുന്നത് വിവേകം ഉള്ളത് കൊണ്ടാണ്, മനീഷ. അപ്പോൾ ഈ മനീഷ എന്ന് പറയുന്ന വിവേകത്തെയാണ് നിത്യാനിത്യ വിവേകം എന്ന് പറയുന്നത്. അത് മനുഷ്യന് കൈമുതലാണ്. അപ്പോൾ ഈ ഗോകർണത്തിൻ്റെ പ്രത്യേകത, ഗോകർണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകത, അയാൾ ശ്രദ്ധാലുവാണ്, കേൾക്കുന്നതെല്ലാം തന്നെ പഠിച്ച് അഭ്യസ്തവിദ്യനായിരിക്കുന്ന അദ്ദേഹം ആത്മജ്ഞാനിയാണ്, ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ളവനാണ്, നിത്യത്തെയും അനിത്യത്തെയും വേർതിരിച്ചറിയാൻ കഴിവുള്ളവരാണ്. നിത്യമെന്താ? ഈശ്വരൻ. അനിത്യമെന്താ? ജഗത്ത്. ബ്രഹ്മസത്യം, ജഗൻ മിഥ്യ. അപ്പം അതേ രീതിയിൽ വേർതിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരു മഹത് വ്യക്തിത്വമായതുകൊണ്ടാണ് ഗോകർണൻ. മറന്നു പോകുമോ? ഇതാണ് രണ്ടാമത്തെ സന്ദർഭം. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി 30 വർഷമായപ്പോൾ ശുഖബ്രഹ്മം പരീക്ഷത്തിന് കൊടുത്ത, വിളമ്പിക്കൊടുത്ത ആദ്യത്തെ സപ്താഹം, അത് കഴിഞ്ഞ് പിന്നാലെ വരുന്ന വീണ്ടും 200 വർഷം കഴിഞ്ഞപ്പോൾ ഗോകർണൻ ദ്വന്ദ്വകാരിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങോട്ടേക്ക് നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടം തുടങ്ങാമെന്ന് പറഞ്ഞത്. ഇനി മൂന്നാമതൊരു സപ്താഹം പറയുന്നുണ്ട്. അതെവിടെയാ? പിന്നെ കലിശമം 30 പോകവെ വീണ്ടും ഒരു 30 വർഷവും കൂടി കഴിഞ്ഞപ്പോൾ ചൊന്നാർ സനാദ്യർ, സനകാദികൾ എന്ന് പറയുന്ന 4 പേര്, ആ ശ്രേഷ്ഠമതികളായിട്ടുള്ള കുമാരന്മാര്, അവര് ശിതോർജ നവമിയിൽ, വൃശ്ചികത്തിലെ ഈ പറയുന്ന നവമി, തീരത്തക്ക രീതിയിൽ ശുദ്ധനാം ശൗനകമാമുനെ ചോദ്യത്തിന് ഇത്തരം ചൊല്ലിക്കഴിഞ്ഞു ഞാൻ. അപ്പോൾ മൂന്നാമത്തേത് ഏതാ? സനകാദികൾ നടത്തുന്ന സപ്താഹമാണ്. ഇനി പുറകോട്ട് വരിക. ഈ സനകാദികൾ നടത്തുന്ന സപ്താഹം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഭക്തിയുടെ ഘട്ടസ്ഥിതി അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയതാണ്. ഭക്തി എന്ന് പറയുന്ന മാതാവ് യൗവനയുക്തതയായിട്ട് കഴിഞ്ഞുകൂടുമ്പോൾ മക്കൾ 2 പേരും ജരാനരകൾ ബാധിച്ച് മരണപ്രായരായിട്ടിരിക്കുന്ന ദുഃഖസ്ഥിതി, അതിന് മാറ്റം വരുത്താനായിട്ട് എന്താണ് മാർഗമെന്ന് ആലോചിച്ചപ്പോൾ ഈ പറയുന്ന നാരദർ കേട്ട വ്യോമവാണി, ആകാശവാണി, അതിലൂടെ ഒരു സത്കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞത് ഇന്നത് എന്ന് വ്യക്തമാക്കി കൊടുത്ത ബദരികാശ്രമത്തിലെ സനകാദികളാണ്. ആ സനകാദികൾ പറഞ്ഞു ഈ സത്കർമ്മം എന്ന് പറയുന്ന ജ്ഞാനയജ്ഞമാണ്, അത് ഭാഗവതത്തിൻ്റെ ആലാപനമാണെന്ന് പറഞ്ഞ് ആ ഭാഗവതയജ്ഞമാണ് ഈ ഒടുവിൽ പറഞ്ഞത്. അപ്പോൾ ഒടുവിലത്തേത് 30 കഴിഞ്ഞ് 200 കഴിഞ്ഞ് പിന്നെ 30. അപ്പോൾ ആദ്യത്തെ 30 കഴിഞ്ഞ് പിന്നെ 200 കഴിഞ്ഞ് 230, പിന്നൊരു 30 വർഷവും കൂടി കഴിഞ്ഞപ്പോൾ സനകാദികൾ ഭക്തിയുടെ ഘട്ടസ്ഥിതി മാറ്റാൻ വേണ്ടി നടത്തിയ ഭാഗവത വേദിയിൽ ജരാനരകൾ ബാധിച്ച ജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന് പറയുന്ന ഭക്തിയുടെ സന്തതികൾ തുള്ളിച്ചാടി വന്നു. ഗോവിന്ദ ഇങ്ങനെ ഭംഗിയായിട്ട് പാടിയില്ലേ അവർ? പാടി ആടി തിമിർത്തുകൊണ്ടാണ് അമ്മയോടൊപ്പം 2 പേരും ഓടി വന്നത്. ഗംഗയുടെ തീരത്ത് കടന്ന് സനകാദികൾ നടത്തുന്ന ആ മൂന്നാമത്തെ സപ്താഹം നമ്മളിവിടെ വായിക്കുന്ന, അതും അവസാനിക്കുന്നത് വെളുത്ത പക്ഷത്തിലെ ഈ പറയുന്ന നവമിക്ക് തുടങ്ങി പൗർണമിക്ക് അവസാനിക്കുന്നു. അപ്പോൾ ഈ 3 ഇത്തരത്തിലുള്ള സപ്താഹങ്ങളെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പുറകോട്ട് പോകാനായിട്ട്. ശ്രീകൃഷ്ണ പരമാത്മാവ് അവതരിക്കുന്നു, അദ്ദേഹം സ്വധാമത്തിലേക്ക് പോകുന്നു, അതിന് കാരണമായിട്ട് മാറുന്നു. പരീക്ഷിത്ത് അദ്ദേഹത്തിൻ്റെ രാജ്യഭാരം നടത്തുന്നു, അദ്ദേഹം ശാപഗ്രസ്തനാകുന്നു, കലി ബാധിക്കുന്നു. കലി ബാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ശാപഗ്രസ്തനായിട്ട് മരിക്കാൻ വിധേയനാകുന്നു. തക്ഷകൻ കടിക്കുമെന്ന് പറയുന്ന മരണത്തിന് വിധേയനായിട്ടുള്ള അദ്ദേഹം 7 ദിവസക്കാലത്തെ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി സപ്താഹം കേൾക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒടുവിലിനടുത്ത് നമുക്ക് പുറകോട്ട് ഒന്നുകൂടി പോകാം. വളരെ രസകരമായിരിക്കുന്ന കാര്യത്തിൽ ദാരിദ്ര്യ ദുഃഖജ്വരം ദഹിപ്പോരെയും ഘോര മായാബാധ ബാധിപ്പവരെയും അന്തമറ്റുള്ള സംസാര സമുദ്രത്തിൽ നീന്തി കുഴഞ്ഞ ജനത്തെയും ഏകയാം ഞാനുണ്ട് രക്ഷിപ്പതിനെന്ന് ഭാഗവതൻ കഥ ഗർജിച്ചിടുന്നതേ. ഭാഗവതൻ ഗർജിക്കുകയാണ്. ഈ മാഹാത്മ്യം വായിച്ചപ്പോൾ പലയിടത്തും ഗർജിക്കുന്ന ആ രീതിയിൽ പ്രയോഗം നിങ്ങൾ കണ്ടില്ലേ? ഇതിന്റെ മൂലം വായിക്കാം. ദാരിദ്ര്യ ദുഃഖജ്വരദാഹിതാനാം മായാപിശാചീ പരിമർദ്ദിതാനാം സംസാര സിന്ധോ പരിപാതിതാനാം
ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി പ്രഗർജതി. അപ്പോൾ ഭാഗവതം എപ്പോഴും ഇങ്ങനെ ഗർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിംഹമാണ്. ഈ സന്ദർഭം ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ദാരിദ്ര്യ ദുഃഖജ്വരം ദഹിപ്പോരേയും. ഇപ്പൊ ദാരിദ്ര്യം ഇല്ലാതെയാവണമെങ്കിൽ ഭാഗവതം തുണ. അതുപോലെ ഘോര മായാബാധ ബാധിപ്പവരെയും, ഓരോരോ മോഹങ്ങൾ കൊണ്ടിങ്ങനെ വീർപ്പുമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉഴന്നു നടക്കുന്നവരെ അവരെ രക്ഷിക്കാനായിട്ട് ഭാഗവതം തന്നെ. അന്തമറ്റുള്ള സംസാര സമുദ്രത്തിൽ നീന്തി തുഴഞ്ഞ കുഴഞ്ഞ ജനത്തെയും ഏകയം ഞാനുണ്ട് രക്ഷിപ്പതിന്. ഏകയം ഞാൻ. എന്ത് ഈ ഏകം എന്നുള്ള വാക്കിന്റെ അർത്ഥം? ഏകദന്തം എന്ന് കേട്ട് കാണും ഇല്ലേ? ഏകദന്തം ഒറ്റക്കൊമ്പൻ എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ ഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലേ? ഏകം എന്ന് വെച്ചാൽ ഒന്നേ ഒന്ന്. കേട്ടോ? ഏകം എന്ന് പറഞ്ഞാൽ ഒന്നേ ഒന്ന്. ഏകം സത്ത് വിപ്ര ബഹുധാവദന്തി എന്ന് നമ്മുടെ മഹാവാക്യം. അങ്ങനെ ഏകം ഒന്നേ ഒന്നിലുള്ള ആ ഒറ്റക്കൊമ്പൻ എന്നുള്ള അർത്ഥമൊക്കെ കൊടുക്കുന്നേക്കാൾ ഇയാൾ തന്നെയാണ് നമുക്ക് രക്ഷ. ആര്? ഈ പറയുന്ന ആനത്തലയൻ അല്ലെങ്കിൽ ഗണപതി. അപ്പൊ ഏകം എന്നുള്ളതിന് ഒന്നേ ഒന്ന്, അത് വിട്ടിട്ട് മറ്റു യാതൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഏകയാം ഞാനുണ്ട് രക്ഷിപ്പതിരെന്ന് ഭാഗവതം കഥ ഗർജിച്ചിടുന്നത്. ഏകയാം സ്ത്രീ ലിംഗമായിട്ടാണ് അല്ലേ? അപ്പോൾ ഭാഗവതം എന്ന് പറയുന്ന ഈ കഥകളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഉത്കൃഷ്ട ഗ്രന്ഥം. അതല്ലാതെ നമ്മെ രക്ഷിക്കാനായിട്ട് ഒന്നുമില്ല എന്ന്. വീണ്ടും നമുക്ക് പുറകോട്ട് പോകാം. എന്താണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം എന്ന് ചോദിച്ചാൽ, നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരഹോരസിക ഭൂമി ഭാവുക. അതായത് ഈ ഭൂമിയിൽ ജനിച്ച് ഭാവി രസികന്മാരായിട്ട് ഭാഗവത രസത്തെ ഊറ്റി കുടിക്കാനായിട്ട് ഭക്തന്മാരായിട്ട് വർത്തിക്കുന്നവരോട് പറയുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. വേദമന്ദാര ഗളിതമായി, വേദമന്ദാര ഗളിതമായി, കൽപ്പതരുവിന് സദൃശമായിരിക്കുന്ന വേദങ്ങൾ, അറിവിൻ്റെ ഭണ്ഡാകാരങ്ങൾ, അതിൽ നിന്നിങ്ങനെ വീണ വേദമന്ദാര ഗളിതമായി ശുഗ ഭൂതവക്രം വഴിയായി പൊഴിഞ്ഞ്, അതാണല്ലോ ഈ പറയുന്ന ശുഗന്റെ വായിലേക്ക് ഈ പറയുന്ന പഴം വീണു, അത് ചവച്ചരച്ചു. തത്ത കൊത്തിയ പഴം എന്നൊരു പ്രയോഗം നിങ്ങൾ കേട്ട് കാണും. തത്ത കൊത്തിയ പഴം മാധുര്യം ഊറുന്നതാണ്. കാരണം അത് കൊത്തുന്നത് മുഴുവൻ പഴുത്തതായിരിക്കും. നല്ലപോലെ പാകപ്പെട്ട പഴമല്ലാതെ മറ്റു യാതൊന്നും തത്ത കൊത്തുകയില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെ തത്ത എന്ന് പറയുന്ന ശുഖബ്രഹ്മം സകൽ വേദവ്യാസന്റെ മോക്ഷത്തിന്റെ പ്രതീകമായിരിക്കുന്ന സന്തതി, അദ്ദേഹത്തിന്റെ വായിലേക്ക് വേദം എന്ന് പറയുന്ന കൽപ്പതരുവിൽ നിന്ന് പതിച്ച നിഗമ കൽപ്പതരോർ ഗളിതം ഫലം അതൊക്കെ ചെയ്തു. ശുഖമുഖാത് അമൃതദ്രവ സംയുതം പീയൂഷമൊത്തതും, അമൃതത്തിന് സദൃശമായിട്ട് സദൃശരൂപവുമായി ഇടും നല്ല രസം നിറഞ്ഞിട്ടുള്ള ഭാഗവതം ഫലം പിന്നെയും പിന്നെയും ഭാഗ്യവന്മാരാം രസികരെ നന്നായി സ്വദിക്കുവിൻ മുക്തരായിടിലും. നമ്മൾ മുക്തന്മാരായാലും വിടണ്ട. അതായത് എപ്പോഴും കൊണ്ടു നടക്കാവുന്ന ഈ ഭാഗവത രസത്തെ നമ്മൾ മോക്ഷം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കേണ്ടതില്ല. ഒരു കാര്യം ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കണം, ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന മുക്തനായിട്ടുള്ള ശുഖബ്രഹ്മമാണ് അല്ലേ? മനസ്സിലേക്കൊന്ന് കൊണ്ടുവരൂ. ശുഖബ്രഹ്മം ബദ്ധനാണോ? ദേവി ഭാഗവതത്തിൽ ബദ്ധനാണ്. പക്ഷേ മുക്തനായിരിക്കുന്ന ഈ ശുഖബ്രഹ്മം മോക്ഷത്തിന്റെ പ്രതീകമാണ്. എന്നിട്ടും ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്നു. സന്യാസിക്കും അങ്ങേറ്റം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഭാഗവതം എന്ന് ചുരുക്കം. അല്ലെങ്കിൽ ഭാഗവതം എന്ന് പറയുന്നത് മുക്തനും ബദ്ധനും സന്യാസിക്കും അല്ലാത്തവനും എല്ലാവർക്കും തന്നെ ഒരേപോലെ അനുഗ്രഹിക്കുന്ന ഒരു കിതാബാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. അതാണ് വാസ്തവത്തിൽ ഇവിടെ ഓർക്കേണ്ടത്. ഈ പറയുന്ന ഭാഗ്യവന്മാരാം രസികരെ നന്നായി ശ്രദ്ധിക്കുവിൻ മുക്തരായിടിലും പരന്തങ്കലയിപ്പോളം എന്ന് എഴുത്തച്ഛൻ പാടി. എങ്ങനെ ഭാഗവതം നിങ്ങൾ രുചിക്കേണ്ടത്? ഭാഗവതം കേട്ടിട്ട് രസിച്ച് രുചിച്ച് സ്വാദിഷ്ടമായിരിക്കുന്ന ഫലത്തെ രസായനത്തെ നല്ലപോലെ നിങ്ങൾ മൃഷ്ടാന്നം ഭുജിച്ച് അതിൽ ലയിക്കണമെന്ന് എഴുത്തച്ഛൻ പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുകയാണ് ലയിച്ചു കഴിഞ്ഞാലും വിടരുത്. അപ്പം മുക്തന്മാരായി നമ്മൾ ആത്മസ്വരൂപന്മാരാണ്, എനിക്കിവിടെ ബന്ധമില്ല എന്നുള്ള മട്ടിൽ മുക്തന്മാരായി തീർന്നാലും ഒരിക്കലും വിടാൻ പാടില്ല ഭാഗവതത്തെ എന്ന് ഒന്നുകൂടി ഞാൻ ഉറപ്പിക്കാം. ഈ ഭാഗവതം എന്ന് പറയുന്ന ഒടുവിലത്തെ പുരാണം എന്തുകൊണ്ട് സുഖം കിട്ടാതിരുന്ന വേദവ്യാസരെ ഒടുവിൽ ഭാഗവതം രചിച്ചുകൊണ്ട് ആനന്ദത്തിൽ ആറാടി എന്ന് പറയുന്ന ഈ പുരാണം, ആ പുരാണം കൊണ്ട് വാസ്തവത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മോക്ഷപ്രാപ്തരായാൽ പോലും ഈ ഭാഗവതത്തെ വിടരുത്. ഭാഗവതം അത്രമാത്രം ഉത്കൃഷ്ടമാണ് എന്ന്
മോചനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഭാഗവതമെങ്കിൽ കൂടി മുക്തിയെല്ലാം തന്നെ കിട്ടിയാലും ഇതിനെ ഉപേക്ഷിക്കരുത് എന്ന്. കാരണം എന്താ? ഇതാണ് നിങ്ങളുടെ കൂടെ സന്തത സഹചാരിയായിട്ട് നടക്കേണ്ടത്. ഇനി അടുത്തത് ഒടുവിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പുറകോട്ട് വരുമ്പോൾ ധർമ്മപ്രോജിത കൈതപുത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ കൃതഭി ശുശ്രൂഷിഭിസ്തക്ഷണാത്. ഇത് നമ്മൾ ഈ പറയുന്ന കൃതിയിലേക്ക് കടക്കുമ്പോഴും ഈ പ്രഥമ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോഴും ഇതൊക്കെ വായിക്കും. മാഹാത്മ്യത്തിൽ ഒടുവിൽ ഇത് പറയുന്നു എന്ന് മാത്രം. നിർമ്മത്സരരാം, യാതൊരു മാത്സര്യമില്ലാത്ത, പരസ്പരം തമ്മിൽ തല്ലിത്തല കയറി ഞാൻ ജയിക്കണമെന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നവരെ അല്ലാത്തവര്, അങ്ങനെയുള്ള ചിന്തയില്ലാത്തവര് നിർമ്മത്സരം സുജനങ്ങളാകവേ നന്മട്ടറിയേണ്ടതായി പരംധർമ്മമായി. ഇപ്പം മാത്സര്യം എന്ന് പറയുന്ന മത്സര ബുദ്ധികൾക്കുള്ളതല്ല ഭാഗവതം. തമ്മിൽ കോമ്പറ്റീറ്റീവ് മൈൻഡുമായിട്ട് നടക്കുന്നവർക്കുള്ളതല്ല ഭാഗവതം. ഞാൻ കേമനാണ് ഭാഗവതത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെല്ലാം തന്നെ നിസാരന്മാര് എന്ന് ചിന്തിക്കാനുള്ളതല്ല ഭാഗവതം. അയാളുടെ ഭാഗവതം ഗംഭീരമായി എന്ന് പറഞ്ഞുകൊണ്ട് 2 ലക്ഷം രൂപ ദക്ഷിണ കൊടുക്കാൻ പാടില്ല, എനിക്കതിനേക്കാൾ കൂടുതൽ വേണം. അവയെല്ലാം അത് കേട്ടില്ലല്ലോ അല്ലേ? അവ എല്ലാ തരത്തിലും ഇങ്ങനെ വാസ്തവത്തിൽ മത്സരം ഇങ്ങനെ പങ്കെടുത്തുകൊണ്ട് മത്സരബുദ്ധിയോടുകൂടി ചെയ്തു തീർക്കേണ്ടതല്ല. നിർമ്മത്സരം സുജനങ്ങളാകവേ നന്മട്ട് അറിയേണ്ടതായി പരംധർമ്മമായി താപത്രയങ്ങൾ പാടേ നശിപ്പിപ്പതായി താപത്രയോന്മൂലനം. അതല്ല ഇവിടെ പറഞ്ഞത്. സച്ചിദാനന്ദരൂപായ വിശ്വൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. കൃഷ്ണനോടിത് പറയുമ്പോൾ കൃഷ്ണൻ തന്നെയായിട്ടുള്ള ഭാഗവതം അത് തന്നെ ചെയ്തു തരും. കൃഷ്ണൻ തന്നെയായിട്ടുള്ള ഭാഗവതം. അപ്പോൾ ഭാഗവതവും കൃഷ്ണനും തമ്മിലൊരു വേറുകൂറില്ലാതെ ദ്വൈതഭ്രമം തീണ്ടാത്ത രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് നിർമ്മത്സരമായിരിക്കുന്ന ബുദ്ധി താപത്രയങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. പരംധർമ്മമായിരിക്കുന്ന ഏതാണ് ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മം എന്ന് വെച്ചാൽ അത് ചെയ്യാൻ നമ്മളെ അനുഗ്രഹിക്കും. കാപട്യഹീനരായി വ്യാസരചിതമായി നിത്യശുഭതമാം ഭാഗവതത്തിലെ സത്യസ്വരൂപം സമർത്ഥിച്ചിരിക്കയാൽ കുറെ അധികം കാര്യങ്ങൾ ഇവിടെ വന്നു. കാപട്യഹീനമായി, കാപട്യമില്ലാത്ത, കപടമല്ലാത്ത, കള്ളമല്ലാത്ത, കള്ളത്തരമില്ലാത്ത, അപ്പൊ എല്ലാ തരത്തിലും സത്യമായ ശുദ്ധമായ വ്യാസരചിതമായ നിത്യശുഭതമാം എപ്പോഴും ശുഭത്തെ പ്രദാനം ചെയ്യുന്ന ഭാഗവതത്തിൽ ആ സത്യസ്വരൂപം സമർത്ഥിച്ചിരിക്കുന്നു. ഭാഗവതം 7 ദിവസം സപ്താഹമായിട്ട് അല്ലെങ്കിൽ സത്രമായിട്ട് 12 ദിവസം കാലം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭാഗവതം പ്രതിപാദിക്കുന്ന സത്യത്തെപ്പറ്റി നമുക്ക് ബോധ്യം വരണം. സത്യമേവ ജയതേ എന്ന് വെറുതെ എഴുതി വെച്ചിട്ടെന്താ കാര്യം? യഥോ ധർമ്മസ്തോ ജയ എന്ന് എഴുതി വെക്കാറുണ്ടല്ലേ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും അതുപോലെ തന്നെ പാർലമെന്റിലും ഒക്കെ യഥോ ധർമ്മസ്തോ ജയ എന്നും സത്യമേവ ജയതേ എന്നൊക്കെ എഴുതുമ്പോൾ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞു എൻ്റെ ഈശ്വരൻ സത്യമാണ്. അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. അപ്പോൾ സത്യം എന്ന് പറയുന്നത് ഇന്നത് എന്ന് വ്യക്തമായിട്ടുള്ള ധാരണയില്ല എങ്കിൽ ഈശ്വരനെ വീണ്ടും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അപ്പൊ ഈശ്വരൻ ഇന്നത് എന്ന് പറയുന്ന സത്യം, അപ്പൊ ഹീസ് ദ ട്രൂത്ത്, അതാണ് സത്യം, അതല്ലാതെ മറ്റൊരു സത്യമില്ല എന്ന് കാപട്യഹീനമായിട്ട് നിത്യശുഭതമാം ഭാഗവതത്തിലെ സത്യസ്വരൂപം സമർത്ഥിച്ചിരിക്കയാൽ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് നാളെ ഭാഗവതം വായിച്ചു തുടങ്ങാൻ പോകുന്നത്. പരമമായിട്ടുള്ള സത്യത്തെയാണ് ധ്യാനിക്കുന്നത്. അങ്ങനെയുള്ള സത്യം ഇവിടെയുള്ളത് കൊണ്ട് ഇക്കഥ കേൾക്കാൻ കൊതിക്കും സുഹൃതികൾക്ക് ഉൾക്കാമ്പിൽ അപ്പോഴേ വന്നു വാഴും ഹരി. ഈശ്വരൻ ഉള്ളിലേക്ക് ഉദിക്കണമെങ്കിൽ ഭാഗവതത്തോട് ശ്രദ്ധ വെച്ച് പുലർത്തിയാൽ മതി. ഈശ്വരൻ തന്നെത്താനെ ഒഴുകി വന്ന് നമ്മുടെ ഉള്ളിലേക്ക് കുടികയറും. എത്ര പേരുടെ ഉള്ളിൽ കുടിയേറിയിട്ടുണ്ടോ? അപ്പൊ ഏതായാലും ഹരി എന്ന് പറയുന്ന ഈശ്വരൻ, ഹരി എന്ന് പറയുമ്പോൾ കൃഷ്ണനെന്നോ വിഷ്ണു എന്നോ ഇങ്ങനെ വേണ്ടാത്ത അർത്ഥമൊന്നും കൊടുക്കരുത്. ഹരി ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരും. എന്നിട്ടോ അന്യശാസ്ത്രങ്ങൾ എന്തിന്? ഈ ശുഖശാസ്ത്രമൊന്ന് അഖിലാർത്ഥവും ഏകാനിരിക്കവേ. നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാനിരിക്കുന്ന ഈ ഭാഗവതം ഉള്ളപ്പോൾ മറ്റ് ശാസ്ത്രങ്ങളുടെ പിന്നാലെ എന്തിനു പോകണം? നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അതെല്ലാം തന്നെ ലഭിക്കാൻ ഉതകുന്ന ഭാഗവതം വിട്ടിട്ട് മറ്റ് ശാസ്ത്രങ്ങളിലേക്കൊന്നും പോകല്ലേ എന്ന്. പിന്നെന്തിനാണ് അപ്പം ഈ 18 പുരാണങ്ങൾ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അടിക്കടി? കഴിഞ്ഞ വർഷം ഭാഗവതം, ഈ വർഷം ദേവി ഭാഗവതം, പിന്നെ ശിവപുരാണം, പിന്നെ സ്കന്ദപുരാണം, ഇങ്ങനെ ഓരോന്നോരോന്ന് എന്നിട്ട് 18 പുരാണങ്ങളും
ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വൈകിട്ട് നടത്തിയെന്നിങ്ങനെ കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭാഗവതം എന്ന് പറയുന്ന ഒരേ ഒരു കൃതി മാത്രം മതി നമുക്ക് രക്ഷപ്പെടാനായിട്ട്, മറ്റു കൃതികളൊന്നും വേണ്ട എന്ന്. ഇനി നിങ്ങൾ മറ്റ് പുരാണങ്ങളുടെ പിന്നാലെ പോകുമാവോ? അപ്പം ഞാനും ഇങ്ങനെ വായിച്ചൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോഴും ഊന്നിപ്പറയുന്നത് ഈ ഭാഗവതം എന്ന് പറയുന്നതിനെ ആശ്രയിച്ചാൽ മറ്റു പുരാണങ്ങളുടെ ആവശ്യം ഇല്ല, സർവ്വവേദാന്ത സാരമാണ്. ഇനി അടുത്തത് കൂടി വരുമ്പോൾ ഈ മാഹാത്മ്യത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ദർശിക്കാനാവും. ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേകമമലം ഏവമമലം ജ്ഞാനം പരം ഗീയതേ യത്ര ജ്ഞാനവിരാഗഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തച്ഛ്രണ്ണൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യം നരാ. ഏതപുരാണതിലകമായി പുരാണങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു വച്ചാൽ അതിൽ ഏറ്റവും തൊടുകുറിയായിട്ട് നിൽക്കുന്നത് ഏത് എന്ന് ചോദിച്ചാൽ കയറ്റി എഴുന്നള്ളിക്കാൻ പറ്റുന്ന ആന, അത് വാസ്തവത്തിൽ പാമ്പാടി രാജൻ എന്ന് പറയുന്ന രീതിയിൽ തലയെടുപ്പുള്ളത് ആരെ എന്ന് ചോദിച്ചാൽ പുരാണങ്ങളിൽ ഭാഗവതമല്ലാതെ മറ്റു യാതൊന്നുമില്ല. ഏതപുരാണ തിലകമായി മിന്നുവത് ഏതൊന്നു വൈഷ്ണവബന്ധനമായതും. വിഷ്ണുവിനെ ആരാധിക്കുന്ന ഈശ്വര ഭക്തന്മാര് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കൃതി അല്ലെങ്കിൽ ഗ്രന്ഥമേത്? ഭാഗവതം. ഏതിൽ പരമഹംസന്മാർക്ക് രമ്യമാം ബോധസ്വരൂപം വിവരിച്ചിരിപ്പതും. പരമഹംസന്മാരെന്ന് പറയുന്ന പരമജ്ഞാനികൾ, ഈശ്വരനാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തിയവർ പരമഹംസന്മാർ നമ്മൾ ചിന്തിച്ചുറപ്പിക്കേണ്ട ഒരു പദവിയാണ്. ഭാഗവത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പരമഹംസന്മാരുടെ ഒരു പരമ്പര നമ്മളെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട്. ആ പരമഹംസന്മാർ പാടിയ ജ്ഞാനവൈരാഗ്യം, ജ്ഞാനവും വൈരാഗ്യവും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ഈ കഥകളെല്ലാം തന്നെ കേട്ടിട്ട് ആ ബോധസ്വരൂപമായിരിക്കുന്ന ഈശ്വരൻ, ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ഈശ്വരൻ, ചിത്സ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ പരമഹംസന്മാർക്ക് ഗമ്യമായിട്ടുള്ളത്. പരമഹംസന്മാരെന്ന് പറയുന്നത് ശ്രേഷ്ഠമതികളായിട്ടുള്ള ഈശ്വരതുല്യകളായിട്ടുള്ള അത്തരത്തിലുള്ള ഋഷീശ്വരന്മാർക്ക് ഗമ്യമായിരിക്കുന്ന, നമുക്കെല്ലാം തന്നെ അഗമ്യമായിരിക്കുന്ന ആ സത്യത്തെ ഏതിലും ജ്ഞാനവൈരാഗ്യ ഭക്തിന്യുതം, ജ്ഞാനം ഭക്തി വൈരാഗ്യം എന്ന് പറയുന്ന മൂന്നും കൂടി ഒന്നിച്ചിരിക്കുന്ന പരമഹംസന്മാർക്ക് ജ്ഞേയമായിരിക്കുന്ന, അറിയാൻ ഉതകുന്ന, അവർക്ക് മാത്രം ഗ്രഹിക്കാൻ സാധിക്കുന്ന ആ മഹാഭാഗവതം കേട്ടിരിക്കുകയും നല്ലപോലെ കേൾക്കുക, പ്രേമപൂർവം മനം വെച്ച് പഠിക്കുകയും മനനം ചെയ്യുക, ചിന്തിക്കുകയും ചെയ്തിടുന്ന മർത്യന് ഉടൻ ബന്ധവിമുക്തി കൈവന്നീടും നിർണയം. ബന്ധവിമുക്തിയാണ് വിമുച്യം നരായൻ ഇവിടെ പ്രയോഗിച്ചത്. നമ്മളെല്ലാവരും തന്നെ വാസ്തവത്തിൽ ബന്ധമില്ലാത്തവരാകുക. ബന്ധമില്ലാത്തവർ, യാതൊരു ബന്ധവുമില്ല. ചിലരുണ്ടങ്ങനെ ഉണ്ണാൻ വരും, വൈകുന്നേരം ഉറങ്ങാൻ വരും, അവന് യാതൊരു ബന്ധമില്ലാത്ത നാട്ടിൽ അമ്മമാർ പറയാറുണ്ടല്ലേ. അപ്പോൾ അത് എന്ത് ബന്ധം? കുടുംബത്തിൻ്റെ ഒരു കാര്യം അറിയുന്നില്ല, ഒരു ബന്ധമില്ല. അതല്ല ഇവിടെ ബന്ധമില്ലാത്തവരെന്ന് പറയുമ്പോൾ യാതൊന്നും ബാധിക്കാത്തവർ, ഏൽക്കാത്തവർ, അവർ നിർമ്മമന്മാരായിരിക്കും, നിസ്സംഗന്മാരായിരിക്കും. അങ്ങനെയുള്ളവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഭാഗവതത്തിലൂടെ നമുക്കൊരു നിസ്സംഗത കൈവരിക്കാൻ സാധിക്കും. ചേമ്പലയിലെ വെള്ളം പോലെ ഇങ്ങനെ ഉരുണ്ടു നടക്കും, താമരയിലെ വെള്ളവുമായിട്ട് പറ്റില്ലാതിരിക്കുന്ന പോലെ നമുക്കും പറ്റുണ്ടാകുകയില്ല. ആ അവസ്ഥയാണ് വാസ്തവത്തിൽ ഭാഗവത്തിലൂടെ നമുക്ക് സാധിക്കുന്നത്. നിങ്ങൾ പുറകിൽ നിന്ന് ഇങ്ങനെ റിവേഴ്സ് വരുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിക്കുന്നുണ്ടോ? പതുക്കെ പതുക്കെ മുഴുവനും കൂടി ഗ്രഹിക്കണ്ട. ഇനി നമുക്ക് കുറച്ചുകൂടി പുറകോട്ടേക്ക് പോകാം. അല്ലയോ മാധവ സംസാരവാരിധിക്കുള്ളിൽ വീണ് അല്ലളാളം മക്കളെ പരങ്കർമ്മനക്രങ്ങൾ വിഴുങ്ങിക്കളഞ്ഞു മാം നിർമുക്തരാക്കുവാൻ അർത്ഥിച്ചിടുന്നു ഞാൻ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗ്രഹീതാംഗം മാം ഉദ്ധര ഭവാർണവാർ. 6-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് സപ്താഹം നടത്തേണ്ടത് എന്നുള്ള രംഗത്താണ് ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഭക്തജനങ്ങളെ പിടിച്ചിരുത്തി സത്സംഗവേദിയിൽ ആചാര്യൻ വക്താവ് ശ്രോതാക്കളുമായിട്ട് സല്ലപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന രീതിയാണ് സംസാരസാഗരേ മഗ്നം ഞാനും നിങ്ങളും ഈ സംസാരത്തിൽപ്പെട്ടിങ്ങനെ അമഗ്നമായിട്ടിരിക്കുകയാണ്, മുങ്ങിക്കിടക്കുകയാണ്. ദീനമ്മാം കരുണാനിധേ കർമ്മഗ്രാഹഗ്രഹീതാംഗം. എന്നെയാണെങ്കിൽ കർമ്മം എന്ന് പറയുന്ന മുതല അതങ്ങനെ കടിച്ച് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഉദ്ധരിക്കണം. ഈ ഭവാർണവത്തിൽ നിന്ന്, ഈ സംസാരത്തിൽ നിന്ന്, ഈ ജനനമരണ ദുഃഖ ഭൂയിഷ്ഠമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് രക്ഷിക്കണം. അല്ലയോ മാധവ സംസാരവാരിധി
സംസാരവാരിക്കുള്ളിൽ വീണ അല്ലരാളും മക്കളെ പരങ്കർമ്മനക്രങ്ങൾ വിഴുങ്ങിക്കളഞ്ഞു മാം നിർമുക്തരാക്കുവാൻ അർത്ഥിച്ചിടുന്നു ഞാൻ. അപ്പോഴേക്കും അടുത്ത കീർത്തനം ഈ ആചാര്യന്മാർ ചൊല്ലിത്തരുന്നതാണ്. ശ്രീമദ് ഭാഗവതോയം പ്രത്യക്ഷ കൃഷ്ണയേവഹീ സ്വീകൃതോസിമയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. പൃഥ്വിയിലിങ്ങനെ ഭാഗവതഖ്യയിൽ പ്രത്യക്ഷനാം ഭഗവൻ കേശവ വിഭോ. കൊശവ എന്ന് വിളിക്കരുത്. പൃഥ്വിയിലിങ്ങനെ ഭാഗവതഖ്യയിൽ പ്രത്യക്ഷനാം ഭഗവൻ കേശവ വിഭോ. ഈ വാക്ക് വരുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ദുര്യോധനവധത്തിലെ പാഞ്ചാലി, ദുര്യോധനവധത്തിലെ പാഞ്ചാലി. കേശവ ക്ലേശകര കേശവ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കേശം ഇത് കണ്ട് കേശവ ഗമിച്ചാലും നീ ഏതായാലും ദൂതിന് പോകുന്നുണ്ട്, പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂതനായിട്ട് പോകുന്ന നീ ഒരിക്കലും ദുര്യോധനാദികളുടെ മുമ്പിൽ ചെന്ന് ഒരു കോംപ്രമൈസ് ഒന്നും ഉണ്ടാക്കരുത്. ഇറാനും ഇസ്രയേലും തമ്മിൽ നടക്കട്ടെ എന്നാണ് നമ്മുടെ ചിന്ത. അപ്പൊ എല്ലാ തരത്തിലും ഈ പറയുന്ന കൃഷ്ണൻ പോയിട്ട് ദൂതെല്ലാം തന്നെ നടത്തി കോംപ്രമൈസ് ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നാൽ എൻ്റെ തലമുടി കണ്ടിട്ട് വേണം നീ പോകാൻ. ഇത് കണ്ടോ, ഇത് കെട്ടിയിട്ട് അധികം നാളായി, ഇത് അഴിച്ചിട്ടിരിക്കുകയാണ്. ദുര്യോധനാദികളുടെ രക്തം കൊണ്ട് വേണം ഇത് വീണ്ടും കെട്ടി എനിക്ക് ചുരുട്ടി വയ്ക്കാനായിട്ട്. അല്ലയോ കേശവ, നീ ക്ലേശകരനാണ് എങ്കിൽ നീ പോകുമ്പോൾ ഇത് കണ്ടിട്ട് പോകാൻ. എങ്ങനെയുണ്ട് കേശവൻ? അതാണ് കേശവൻ. കേശവന്റെ പൊന്നോടക്കുഴൽ വിളി പൂന്താനം. കേശവന്റെ പൊന്നോടക്കുഴൽ വിളി കേട്ടതി തിരുവക്ത്രത്തിൽ നിന്നത്രേ. ആമോദിരം എന്ന് പറയുന്ന വള്ളത്തോളിന്റെ കൃതിയില് ഈ പൂന്താനത്തെ പറ്റി പാടുന്നതാണ്. കേശവന്റെ പൊന്നോടക്കുഴൽ വിളി കേട്ടത് ഇത്തിരുവക്ത്രത്തിൽ നിന്നത്രേ. ഇപ്പൊ കേശവനാമം ദാസനാമങ്ങളിലൊന്നാ. തുടങ്ങുന്ന തന്നെ കേശവായ നമ അല്ലേ? അദ്ദേഹം ഇല്ലേ? ഞാൻ പുറകോട്ട് നോക്കുമ്പോ കാണാനില്ല. കേശവായ നമ, നാരായണായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ, ഇങ്ങനെ 12 നാമങ്ങൾ. ദ്വാദശാക്ഷരി. ഓം നമോ ഭഗവതേ വാസുദേവായ. അതുപോലെ 12 നാമങ്ങൾ. 12 നാമം കാലുകഴുകിച്ചൂട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയയാണ്. നമ്മളെ കണ്ടിട്ടാണ് അവരും 12 പേരെ കാലുകഴിക്കുന്നത്. അവർ കേൾക്കണ്ട, കേട്ടോ? അപ്പൊ എല്ലാ തരത്തിലും ഈ പറയുന്ന 12ന്റെ പ്രാധാന്യം, 12 വളരെ ശ്രദ്ധേയമാണ്. പക്ഷെ 12+1 വരുമ്പോ കുഴപ്പമായി. 13 ദുശകുനം ഇല്ലേ? അതിൽ 12 അപ്പോസ്തലന്മാര്, ക്രിസ്തു 1, 12+1 13 ഏറ്റവും മോശം. അതിൽ ജൂദാസ് എന്ന് പറഞ്ഞെടുത്തൻ ഒറ്റിക്കൊടുക്കുന്നു ഉമ്മ വെച്ച്. അപ്പോൾ 13 ദോഷമായി. മുറികൾക്ക് 13 നമ്പർ ഇടാറില്ല. ഞാൻ പഠിച്ചിരുന്ന കാലടിയിലെ ഹോസ്റ്റലിലും 12 കഴിഞ്ഞാൽ 13 ഇല്ല, പിന്നെ 14. 13 ഇല്ലോമൻ, അതൊക്കെ ദുശകനമാണ്. അപ്പൊ ഈ തരത്തിലുള്ള വൃദ്ധിയിൽ ഇങ്ങനെ ഭാഗവതഖ്യയിൽ പ്രത്യക്ഷനാം ഭഗവൻ കേശവ വിഭോ സംസാര സാഗരന്ധനെന്ന് ഏറുവാൻ സംശയിക്കുന്ന നദ ഭവാന ഞാൻ. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് മനോരഥോ മതിയോയം സഫല സർവതത്വയ നിർവിഘ്നേ നൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ദാസനാം എന്നഭിലാഷം ഒക്കെയും ഈശ്വരനെ നിറവേറ്റിത്തരേണമേ. ഈ പ്രാർത്ഥന രാവിലെ വന്ന് നിങ്ങൾ ഗ്രന്ഥ നമസ്കാരം നടത്തുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കെല്ലാം തന്നെ വളരെയേറെ അർത്ഥമുണ്ട് എന്ന് ധരിക്കുക. ഇത് മാഹാത്മ്യത്തിലുള്ളതാണ്. ഈ മാഹാത്മ്യം എന്ന് പറയുന്നത് 6-ാമത്തെ അധ്യായം പറയാനുള്ള പ്രധാന കാരണം അതിലാണ് വീണ്ടും ഒരു സംഗതി കൂടി ഒരു സപ്താഹം നടത്തുന്നത്. ഒളിച്ചും കളിച്ചും ആകരുത് എന്ന് ആരോടും പറയാതെ ഒന്നും പാടില്ല. നോക്കൂ, ഓരോ ദേശത്വം ഈ ശുഭവാർത്തയെ സപ്താഹം നടത്താൻ പോകുന്നുള്ള വാർത്ത പാരം പണിപ്പെട്ട് എത്തിച്ചിടേണ്ടതാം ദൂരദേശത്വ വിസച്ചരിത ആരംഭകാര്യം എഴുത്തയച്ചും പരത്തിയിടണം ശ്രീ ശൂദ്രാദിക്ക് ബോധോദയാർത്ഥം കുറിയാശു. കുറി ഒരറിയിപ്പ്, നോട്ടീസ്. കുറിയാശു ദൂതന്മാർ വഴി അയച്ചിടണം. അതാണ് വാസ്തവത്തിൽ വായിക്കാൻ പോകുന്നത്. നമുക്കുഞ്ഞ് അടുത്ത കൊല്ലം മുതൽ ഋജുവിനോടോ അല്ലെങ്കിൽ മിഷൻ അദ്ദേഹത്തോടൊക്കെ പറയാം, ഇങ്ങനെ ഒരു ലെറ്റർ വിടണമെന്ന്. എല്ലാവർക്കും ലെറ്റർ. എന്താ ലെറ്റർ? ഇവിടെ വാസ്തവത്തിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ദേശേ ദേശേ തഥാ സേയം വാർത്താ പ്രേക്ഷ്യ പ്രയത്നത
ഭവിഷ്യതി കഥാജാത്ര ആഗന്തവ്യം കുടുംബിഭി ദൂരെ ഹരികഥാകേജൂരേ അച്യുത കീർത്തന ശ്രീ അശ്വദ്രാതയോ തേഷാം ബോധോ യഥോ ഭവത് എന്ന് പറഞ്ഞിട്ട് ലെറ്ററിന്റെ പോർഷൻ ഇതാ. സദാം സമാജോ ഭവിത സപ്തരാത്രം സുദുർലഭ. 7 ദിവസക്കാരും ദുർലഭമായിട്ടുള്ള ഒരു സംഗതി ഇവിടെ നടക്കാൻ പോവാണ്. അപൂർവ രസരൂപൈവ കഥാജാത്ര ഭവിഷ്യതി. ഒരു കഥാകഥന 7 ദിവസക്കാലം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നു. ശ്രീ ഭാഗവത പീയൂഷാപാനായ രസലംബട. ഭാഗവതം ഇങ്ങനെ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് ഭവന്ത സതത ശീഘ്രമായാത പ്രേമതത്പര. ഭക്തിരസം തുളുമ്പേൽക്കുന്നവര് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരിക. നവകാശ കഥാചിച്ചേ ദിനമാത്രം തഥാപിത. മുഴുവൻ 7 ദിവസം ഇരിക്കാൻ പറ്റില്ല, ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഇരുന്നിട്ട് പോകണം. സർവദാഗമനം കാര്യം ക്ഷണോ അത്രൈവ സുദുർലഭ. അപ്പൊ എന്തെങ്കിലും ഒരു നിമിഷം പോലും നിങ്ങളിത് കേൾക്കുക. ഏവം ആകാരണം തേഷാം കർത്തവ്യം വിനയേന ച ആഗന്തുകാനാം സർവേഷാം വാസസ്ഥാനാനി കൽപ്പയേത്. ഇവിടെ ലോഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. AC റൂമാണ്, ഒട്ടും തന്നെ പേടിക്കണ്ട. ഇപ്പം അങ്ങനെയാണ് സത്രം നടത്തുന്നവരൊക്കെ. അപ്പം അതേ രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്തരത്തിൽ ലെറ്റർ എന്ത് മലയാളം നോക്കി. ഇജ്ജനം നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു സജ്ജന സമ്മേളനം നടത്തിയിടുവാൻ. മലയാളം മുഴങ്ങോട്ടുവിള. ഈ മുഴങ്ങോട്ടുവിള മനസ്സിലായോ? പന്നിശ്ശേരി നാണനായർ എന്ന് പറഞ്ഞ് ഒരു പ്രഗത്ഭവതി തെക്കൻ പ്രദേശത്ത് കൊല്ലം ഭാഗത്ത് കുറേ നായന്മാര് വളരെ കേവന്മാരുണ്ടായിട്ടുണ്ട്. അതിലൊരാളാണ് പന്നിശ്ശേരി നാണനായർ, ശ്രീനിവാസക്കുറുപ്പ്, അങ്ങനെ അനവധി പേര്. അക്കൂട്ടത്തിൽ എന്തെന്ന കുത്തിക്കൊണ്ട്, അതായത് നിഴലിൽ കുത്തിക്കൊണ്ട് കൊല്ലുന്ന നിഴൽക്കുത്ത് കഥ, അത് കഥകളി എഴുതിയത് പന്നിശ്ശേരി നാണനായരാണ്. അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ള. അപ്പം അയാൾ മലയാളീകരിച്ചു. ഇജ്ജനം നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു സജ്ജന സമ്മേളനം. എന്ത് ഈ സജ്ജന സമ്മേളനം? സത്സംഗം. ഇവിടെ ഒരു സത്സംഗം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടത്തിയിടുവാൻ 7 നാളോളം ഇത് നീണ്ടു നിന്നീടും ഊഴിയിലിത്തരം സൽസഭ ദുർലഭം. അങ്ങനെ എളുപ്പം ഇന്നൊക്കെ ദുർലഭമൊന്നുമില്ല. ഈ ആണ്ടിൽ 10 പ്രാവശ്യം നിങ്ങൾ വെളുത്താട്ടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും കാണാം. തൂണിയാരിയിരിക്കുന്ന കുറേ വയസ്സികളെയും കാണാം, 2-3 പേരെയും. അത് വാസ്തവത്തിൽ മഹാകഷ്ടം. ഏത് 7 നാളോളം ഇത് നീണ്ടു നിന്നീടും ഊഴിയിലിത്തരം സൽസഭ ദുർലഭം ആനന്ദമാം അപൂർവരസമയമാന കഥാപ്രസംഗങ്ങളുണ്ടാം ഇതിൽ. എന്നിട്ട് ഭാഗവത ചരിതാമൃതാസ്വാദന രാഘവന്മാരാം രസികരേ നിങ്ങളും യോഗമിതിൽ പങ്കുകൊണ്ടിടണം. വേഗം ആഗമിക്കേണം കുടുംബ സമന്വിതം. ഒറ്റയ്ക്കല്ല, ഇവിടെ വാസ്തവത്തിൽ ബുദ്ധിമുട്ടേ. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വന്നാൽ തന്നെ ഇവിടെ അരിവച്ച് വിളമ്പാനൊക്കെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കുടുംബത്തോടുകൂടി ഇങ്ങനെ കൂട്ടത്തോടുകൂടി ഇങ്ങനെ വരരുത്. കോട്ടുപള്ളിക്കാവിൽ എല്ലാ കൊല്ലവും 7 ദിവസക്കാലം ഉത്സവം നടക്കും. 2-3 കൊല്ലക്കാലമായിട്ട് ഞാൻ ഈ അഡ്വൈസറി കമ്മിറ്റി പ്രസിഡന്റാണ്. എന്തൊക്കെ കേൾക്കണമെന്നറിയാമോ? എല്ലാവരും വീടൊക്കെ അടച്ചു കൂട്ടിയിട്ട് രാവിലെ വരും. രാവിലെ ഇഡ്ഡലി സാമ്പാർ, ഉച്ചയ്ക്ക് ഊണ്, വൈകുന്നേരം അത്. അതുകൊണ്ട് നട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേവസ്വംകാർ ഇഷ്ടംപോലെ കാശുകൊണ്ടവൻ ഈ ദേവസ്വക്കാർക്കടുത്ത് തൂക്കേടാ. ഭക്തജനങ്ങൾ കാശിട്ടിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ഭരണികൂട്ടെന്ന് പറഞ്ഞ കാശ് ഇഷ്ടം പോലെ ഒരു സംശയമില്ല. അപ്പം എല്ലാവരും കൂടി വന്ന് ആഹാരം കൊടുത്താൽ എന്തോ നഷ്ടം വന്ന പോലെയാണ്. ആഹാരം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഇവിടെയും നമ്മൾ നല്ല സദ്യ എടുക്കുന്നതൊക്കെ നല്ലതാണ്. സദ്യ എന്നൊന്നും പറഞ്ഞില്ല, പ്രസാദൂട്ടെന്നേ പറഞ്ഞോളൂ. അപ്പം എല്ലാ തരത്തിലും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് അന്നദാനം അതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് 7 ദിനവും ഇവിടെ കഴിക്കുവാനും മുഴം അനുവദിക്കില്ല എന്നിരിക്കിലോ ഏകനാളെങ്കിലും സംഗമിച്ചിട്ട് അങ്ങ് പോകാം വരണമെന്നുള്ളത് മുഖ്യമാം. വരണമെന്ന് മാത്രമേ ഉള്ളൂ. അല്പനേരമെങ്കിലും കേട്ടിട്ട് പോവുക. എത്രയും സ്നേഹവിനയ പരസരം മിത്രം അറിയച്ചീടം കുറിയാവിത്. ഇങ്ങനെ ഇതും 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ 6-ാമത്തെ അധ്യായത്തിൽ വന്നു. ഈ സപ്താഹവിധിയിൽ ജ്യോത്സ്യന്മാരെ വിളിച്ച് സമയം നിശ്ചയിച്ച് അങ്ങനെയൊക്കെ ഒരു പ്രയോഗമുണ്ട്. അതൊന്നും വേണ്ട. ഏതായാലും ജ്യോത്സ്യന്മാരെ കുറിച്ച് അവർക്ക് കാശ് കൊടുക്കാനും അവർക്ക് ഒരു ദിവസം 10,000 രൂപയാണ്. അപ്പം എല്ലാ തരത്തിലും ആ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വേണ്ട. എല്ലാ തരത്തിലും വളരെ സിമ്പിളായിട്ട് നമ്മൾ നടത്തുന്ന അതൊക്കെ തന്നെ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്, ഇത് 6-ാമത്തെ അധ്യായം പുറകോട്ട് ഈ 5-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ് അതിഗംഭീരമായിരിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സപ്താഹപാരായണം കേട്ടിരിപ്പവർക്ക് അപ്പോഴേ അറ്റുപോം സർവ ബന്ധങ്ങളും സന്ദേഹമെല്ലാം ഒടുങ്ങുന്നത് കർമ്മസന്തോഷവും നശിക്കുന്നു നിശേഷമായി. എന്താ മൂലം പറഞ്ഞത്? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ദാസ്യകർമാണി സപ്താഹശ്രവണേ കൃതേ. അല്ലേ? അത് നിങ്ങൾ കേട്ട് കാണും.
എൻ്റെ മലയാളീകരണമാണ്. സപ്താഹപാരായണം കേട്ടിരിപ്പവർക്ക് അപ്പോഴേ ഏറ്റവും സർവബന്ധങ്ങളും. ഇപ്പോൾ വരണ്ട, ഈ ബന്ധങ്ങളൊക്കെ പോയി അയ്യോ അങ്ങോട്ട് പോയിട്ടൊരു കാര്യമില്ല, ആകെ എല്ലാം ഇല്ലാതെയാവും. അപ്പം അത് വേണ്ട. സന്ദേഹമെല്ലാം ഉടങ്ങുന്നത്, സംശയമൊക്കെ പോകും, അത് നല്ലതാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പോകുമെന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഫ്രാൻസിസ് ആലുക്കയെ പോയി കാണണം. അതാരപ്പം ഞാൻ കാലടിയിൽ പഠിക്കുമ്പോൾ കണ്ടിരുന്ന ബോർഡാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റായ ധാരണയുണ്ടെങ്കിൽ അദ്ദേഹം മാറ്റി കൊടുക്കുന്നത്. തെറ്റിദ്ധാരണ മാറ്റുന്നത്, എനിക്കൊരു തെറ്റായ ധാരണ വന്നാൽ ഞാൻ മാറ്റില്ല, അതെൻ്റെ ധാരണ ശരിയാണ്, അതൊരിക്കലും ഞാൻ അവിടെ നിന്ന് വ്യതിചരിക്കില്ല. പിന്നെ ഇങ്ങനെ മാറ്റി അറിഞ്ഞോളാം. അപ്പൊ ഏതായാലും ഇവിടെ സപ്താഹ പാരായണം കേട്ടിരിപ്പവർക്ക് അപ്പോഴേ ഏറ്റവും സർവബന്ധങ്ങളും സന്ദേഹമെല്ലാം ഒടുങ്ങുന്നത് കർമ്മസന്തോഷവും നശിക്കുന്നു. നമ്മൾ ഊരക്കുടുക്കിൽ പെട്ടുകിടക്കുന്ന ഈ കർമ്മങ്ങൾ അതുമെല്ലാം തന്നെ ഇല്ലാതെയായിട്ട് നമ്മൾ രക്ഷപ്പെടുന്നു എന്ന്. എന്താ മൂലം? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയ ക്ഷീയം തേജാസി കർമാണി സപ്താഹ ശ്രവണേ കൃതേ. ഹൃദയഗ്രന്ഥികൾ എന്ന് പറയുമ്പോൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന 6 കൂട്ടം കാര്യങ്ങളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാമം എന്ന് പറയുന്ന ചുവട്ടില് കാരണവരാണ്. ഈ കാരണവരായിരിക്കുന്ന കാമത്തെ തുടർന്നാണ് ഓരോരോ സന്തതികൾ, അതിൻ്റെ പിന്തുടർച്ചക്കാര്. കാമം കഴിഞ്ഞ് ക്രോധം, പിന്നെ മോഹം, ഇങ്ങനെ പോകുന്നു. അത് ഭഗവത്ഗീത വായിക്കുമ്പോൾ അത് വ്യക്തമാകും ഒന്നുകൂടി. അപ്പൊ കാമക്രോധാദികളാകുന്ന ഷഡ്വൈരികൾ, അത് ഹൃദയഗ്രന്ഥികൾ, അതെല്ലാം തന്നെ ഇല്ലാതെയാകുന്നു. ഓരോ ദിവസവും ഓരോന്ന് പൊട്ടുന്നു എന്ന്. ഇത് പൊട്ടിയതാണ് ദുന്തുകാരിയുടെ കഥയില് 7 മുട്ടുള്ള മുളയിൽ കയറിയിരുന്ന പ്രേതം ഓരോ ദിവസവും ഓരോന്ന് പൊട്ടിച്ചു എന്ന് പറയുന്ന ഈ കാമക്രോധാദികൾ ഇല്ലാതെയായതാണ്. ആദ്യത്തെ ദിവസം ഭാഗവതം കേട്ടാൽ കാമം ഇല്ലാതെയാകും, പിന്നെ ക്രോധമില്ലാതെയാവും, കാമം ക്രോധം, പിന്നെ ലോഭമില്ലാതെയാവും, പിന്നെ മോഹമില്ലാതെയും, കാമം ക്രോധം ലോഭം മോഹം, അത് കഴിഞ്ഞിട്ട് മതം മാത്സര്യം, ഇതൊക്കെ തന്നെ ഇല്ലാതെയായിട്ട് നമ്മൾ ശുദ്ധന്മാരാകും. ഇതാണ് 6 ദിവസക്കാലം കൊണ്ടുള്ള ഷഡ്ചക്ര ഭേദനം. അപ്പൊ ഈ ഷഡ്ചക്ര ഭേദനം എന്ന് പറയുന്ന യോഗവിദ്യ ഇന്നലെ ഇന്റർനാഷണൽ യോഗ ഡേ ആയിരുന്നു ഇല്ലേ? ഇന്റർനാഷണൽ യോഗ ഡേയിൽ ഇന്നലെ പറയണ കേട്ടു ഒരു പെണ്ണുമ്പിള്ള, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശം സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുള്ള യോഗയിൽ ഇരിക്കാമെന്ന്. യോഗയിൽ ഇരിക്കണമെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. എനിക്ക് വേണ്ട. അതായത് പെരുവാര ഡിവിഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന കാലം, അതിനു മുമ്പേ തന്നെ UC കോളേജിൽ പ്രൊഫസറായിരുന്ന ഗോപിനാഥൻ സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ഈ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഒരു ധ്യാന കേന്ദ്രം, ഒരു യോഗ അല്ലെങ്കിൽ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത് മരിച്ചുപോയി. അപ്പൊ പലതും ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളായ പോലും നിങ്ങളെ പിടിച്ചിരുത്തി, എല്ലാത്തിനും കൂടി പിടിച്ചിരുത്തി വലിക്കടാ വലി. എന്ത് വലിക്കണോ? എങ്ങനെ വലിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളിരുന്ന് വലിക്കും. വലിച്ച് തല പൊട്ടിത്തെറിച്ച് വാസ്തവത്തിൽ ദിക്കക്കളിയില്ലാതെ. അപ്പൊ നിങ്ങൾക്ക് വലിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് ആദ്യം അറിയണം, വേണ്ടേ? അതാണ് ഡോക്ടറെ കണ്ടിട്ട് സർട്ടിഫിക്കറ്റ് വേണം എന്നൊരു പെണ്ണുമ്പിള്ളേരെന്ന് പറയാനുണ്ട്. അപ്പൊ ഞാൻ അതിശയിച്ചു. അപ്പൊ ഇതെന്തപ്പ ഇന്റർനാഷണൽ യോഗ ഡേ? അപ്പൊ ഈ ചെറുപ്പകാലത്ത് തുടങ്ങിയാൽ ഇങ്ങനെയുള്ള കേടൊന്നും വരില്ല. നമ്മുടെ ഹൃദയത്തിന്റെ സുഷിരങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആന്തരിക അവയവങ്ങളിലുള്ള കേടുപാടുകളോ ഇതെല്ലാം തന്നെ പതുക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പകാലത്തിലെ ഈ വിദ്യകളെല്ലാം തന്നെ തുടങ്ങുന്നത്, യോഗ. അപ്പൊ ഈ യോഗാഭ്യാസം പോലെ വാസ്തവത്തിൽ ഇവിടെ ഓരോരോ കാര്യങ്ങൾ 7 ദിവസക്കാലം കൊണ്ട് നേടുമ്പോൾ സന്തോഷം പോവും, സന്ദേഹം പോവും, സംശയം പോവും, ഒക്കെ പോവും. എല്ലാം പോയിട്ട് നമ്മൾ രക്ഷപ്പെടും എന്ന്. അങ്ങനെ രക്ഷപ്പെടാനുള്ളൊരു മാർഗവും കൂടിയാണ് ഈ പറയുന്ന സപ്താഹം. സംശയങ്ങളെല്ലാം തന്നെ പോകണ്ടേ? എന്താ സംശയം? നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് സംശയം പറയും? ഈശ്വരൻ എങ്ങനെയാണ്? ഈശ്വരൻ എന്താണ്? ഈശ്വരൻ എവിടെയാണ്? ഈശ്വരൻ ഇവിടെയുണ്ടോ? ഈശ്വരൻ അവിടെയുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണെങ്കിൽ ഇവിടെ കിട്ടും. നേരെ മറിച്ച് വേറെ കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതിന് ഉത്തരം ഇവിടെ കിട്ടുകയില്ല. എന്തീ കുസൃതി ചോദ്യം? ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതും വേണമെങ്കിൽ അതിന് ഉത്തരം ഇവിടെ ഒന്ന് കിട്ടും. കാരണം എന്താ? ഈശ്വരൻ ഇല്ല എന്ന് പറയാനും നമ്മൾ തയ്യാറാണ്. കാരണം ഞാനാണ് ഈശ്വരൻ, അഹം ബ്രഹ്മ എന്ന് പറയണമെങ്കിൽ ഈശ്വരൻ വേറെ ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ നിരീശ്വരത്വം പോലും പറയത്തക്ക ശേഷിയുള്ള ഭാഗവത്തിലൂടെ സംശയങ്ങൾ ദൂരീകരിക്കാം. സംശയം വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? വായിച്ചിട്ട് വേണ്ടേ? പഠിച്ചിട്ട് വേണ്ടേ സംശയം വരാൻ? അപ്പൊ ഇതെല്ലാം തന്നെ പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭാഗവതം മതിയെന്ന് നമ്മൾ പുറകോട്ട് വന്നു. 5-ാമത്തെ അധ്യായത്തിലേക്ക് കയറി. ഇനി ഈ 5-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ് മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ഗോകർണം ചെയ്ത പ്രവൃത്തി. ആ ഗോകർണം ചെയ്ത പ്രവൃത്തിക്ക് കാരണം എന്താണ്? ഗോകർണം ചെയ്ത പ്രവൃത്തി സപ്താഹം നടത്തലാണ്. അതിന് കാരണക്കാരൻ ആരെന്ന് പറയുന്നു? ത്രൈലോക്യ സാക്ഷ്യൻ ഭഗവൻ ദിനേശ്വര, പാലിക്കണം മാം നമസ്കരിക്കുന്നു ഞാൻ ദ്വന്ദ്വകാരി പ്രേതമോചനത്തിന് ഇവനെന്താണ് വേണ്ടതെന്ന് ഓതിയിടണം ഭവാൻ. എൻ്റെ സഹോദരൻ ദ്വന്ദ്വകാരി എന്ന് പറയുന്ന പ്രേതം
മോചനം കിട്ടാതെ അലയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ സൂര്യഭഗവാനെ നൽകണമെന്ന്. ഇതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറയുന്ന പരീക്ഷത്തിനോട് ഭാഗവതം പറയാനായിട്ട് ഭാഗവതം തന്നെ പറയണമെന്ന് ആരെങ്കിലും ഡയഗ്നോസിസ് നടത്തി രോഗത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അവിടെ പ്രിസ്ക്രിപ്ഷൻ വല്ലതും ഉണ്ടായിരുന്നുണ്ടോ? നിങ്ങൾ കേട്ടോ? കേട്ടില്ല. അതായത് ഏതെങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷൻ, അതായത് ഈ മരുന്ന് തന്നെ കൊടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണോ പരീക്ഷത്തിൻ്റെ മുമ്പിൽ ഈ ഭാഗവതം അവതരിപ്പിച്ചത്? അപ്പോൾ അത്തരത്തിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ? ഭാഗവതം കേൾക്കണമെന്ന് പരീക്ഷിത്ത് പറഞ്ഞിട്ടാണോ? സുഖബ്രഹ്മം അത് തന്നെ വേണമെന്ന് നിർബന്ധിച്ച് കേൾപ്പിച്ചതാണോ? ഇതൊന്നുമല്ല. പക്ഷേ ഈ ഭാഗവതം പിന്നാലെ നമ്മൾ കേൾക്കുന്നത് ഗോകർണന് സംശയം വന്നു. തൻ്റെ ഈ സഹോദരൻ പ്രേതമായിട്ടിരിക്കുന്ന സഹോദരന് മോചനം കൊടുക്കാൻ ഗയാസാധ്യം കൊണ്ട് സാധിച്ചില്ല. ഇതിലെ ക്രിയകളെല്ലാം തന്നെ നടത്തിയിട്ട് യാതൊരു ഫലവും ഉണ്ടായില്ല. അപ്പോൾ ഞാനെന്ത് വേണം ഭഗവാനെ എന്ന് കൺകണ്ട ദൈവമായിരിക്കുന്ന സൂര്യനോട് ചോദിച്ചു. സൂര്യന്റെ ഉപദേശപ്രകാരം ഭാഗവതം നടത്തുന്നത് ഗോകർണൻ. സനകാദികളുടെ ഉപദേശപ്രകാരം അശരീരിയായിട്ടുള്ള സത്കർമ്മത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ വന്നിട്ട് ആ സപ്താഹം നടത്തുന്ന സനകാദികൾ ഭക്തിക്ക് വേണ്ടി മറന്നുപോകുമോ? 3 ഭാഗവതങ്ങളെ പറ്റിയല്ലേ പറഞ്ഞത്. ഒന്ന്, ഈ ഗംഗയുടെ തീരത്ത് പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷത്ത് അദ്ദേഹത്തിന് ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി 30 വർഷം കഴിഞ്ഞപ്പോൾ സുഖബ്രഹ്മം പറഞ്ഞു കൊടുക്കുന്ന ഭാഗവതം ആരും പറഞ്ഞിട്ടില്ല, ആരോടും ചോദിച്ചിട്ടുമല്ല. പിന്നാലെ വന്നിരിക്കുന്ന ഭാഗവതങ്ങളോ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ പിന്നെ ഗോകർണൻ്റെതാണ്. ഗോകർണന്റെ മുക്തിക്ക് വേണ്ടിയിട്ട് ഭാഗവതം വേണമെന്ന് പറഞ്ഞ് കൊടുത്തത് സാക്ഷാൽ സൂര്യഭഗവനാണ്. പിന്നെ ഒടുവിലത്തെ ഭാഗവതം എന്ന് പറയുന്നത് ഭക്തിയുടെ ഗതിക്ക് വേണ്ടിയിട്ട്, കഷ്ടസ്ഥിതി മാറുന്നതിന് വേണ്ടിയിട്ട് ഭാഗവതം വേണമെന്ന് പറഞ്ഞു കൊടുത്ത അശരീരി ഭാഗവതം എന്ന് പറഞ്ഞില്ല. അത് വേർതിരിച്ച് പഠിപ്പിച്ചത് സനകാദികളുമാണ്. മറന്നു പോകുമോ? അപ്പോൾ ഭാഗവതത്തിൻ്റെ ഉത്കൃഷ്ടത, ഭാഗവതം എന്ന് പറയുന്ന ഈ കൃതിയുടെ പ്രാധാന്യം ഇവിടെ സൂര്യഭഗവാനോട് ചോദിച്ചു എന്ന് പറയുന്നതിൽ നിന്ന് തുഭ്യം നമോ ജഗത്സാക്ഷിൻ ബ്രൂഹിമേ മുക്തിഹേതുകം തശ്രുത്വാ ദൂരത സൂര്യ സ്ഫുടമിത്യഭ്യഭാഷത എന്തെന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് കൂടി. ത്രൈലോക്യ സാക്ഷിൻ ഭഗവാൻ ദിനേശ്വര പാലിക്കണം. നമസ്കരിക്കുന്നു ഞാൻ ബന്ധുകാരി പ്രേതമോചനത്തിന്. ഇവനെന്താണ് വേണ്ടതെന്നോടി ഓതിയിടണം ഭവാൻ. ഗോസോനവാക്യം ഇത് കേട്ട് അകലെ നിന്ന് ആ സൂര്യദേവനം ഉച്ചത്തിലോനീടിനാൻ എന്താ പറഞ്ഞത്? ശ്രീമദ്ഭാഗവതാമുക്തി ശ്രീമദ്ഭാഗവതാമുക്തി സപ്താഹം വാചനം ഗുരു. അപ്പോൾ മുക്തിക്ക് എന്താണ് ഏറ്റവും നല്ലൊരു മരുന്ന്? ഈ പറയുന്ന ഭാഗവതം തന്നെ. ഇത് സൂര്യവചസ്സർവേ ധർമ്മരൂപം വിശദം സമാജസ്ഥോ മഹജ്ജാതോ ദേവവിസ്മയകാരക യദൈവാസരമസ്തായ ഗോകർണോ കഥയത് കഥൻ. ഗോകർണൻ കുത്തിയിരുന്നുകൊണ്ട് കഥ പറയാൻ തുടങ്ങി. സപ്രേതോപിതദായാത സ്ഥാനം പശ്യനിരസ്തത സപ്തഗ്രന്ഥിയുതന്ത്രാവശ്യക്കും കീചകമുച്ഛ്രിതം. ഒരു കീചകം എന്ന് പറയുന്ന വണ്ട് തുളച്ച തുളയുള്ള ഒരു മുളങ്കമ്പ് കണ്ടു ഈ പറയുന്ന പ്രേതം. അതിന് ചോട്ടിലൂടെ കയറിയെന്നാണ് കഥ. ഇനി അവിടെ വെച്ചതൊക്കെ ചിന്തിച്ച് നിർത്താം. വെറും 10 മിനിറ്റ് മാത്രം. നിങ്ങൾ അധികം ഒന്നും ഭ്രാന്തി പിടിക്കേണ്ട. കോട്ടുവായിട്ട് തുടങ്ങി ഉറക്കം ഇങ്ങനെ വന്ന് അലട്ടുക. അപ്പം എല്ലാ തരത്തിലും വാസ്തവത്തിൽ ഈ പ്രേതത്തെ രക്ഷിക്കാനായിട്ട് സൂര്യഭഗവാനോട് ചോദിച്ച് ഗോകർണൻ നിശ്ചയിച്ച ഭാഗവത സപ്താഹം അത് നടത്താൻ വേദി ഒരുങ്ങിയപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു 7 മുട്ടുള്ള മുള അതിൻ്റെ ചുവട്ടിൽ ദ്വാരം കണ്ടപ്പോൾ അതിലൂടെ പിടച്ചു കയറി ഈ പ്രേതം. നമ്മുടെ ശരീരത്തിലും അതേ രീതിയിലൊരു 7 മുട്ടുള്ള ഒരു മുളയ്ക്ക് പകരം 7 മുട്ടുള്ള ഈ സുഷുമ്നാകാന്ഡം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിരിക്കുന്ന സ്പൈനൽ കോഡുണ്ട്. ആ സ്പൈനൽ കോഡ് ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്നുണ്ട് ഉള്ളിലൂടെ. ഏറ്റവും പ്രധാനപ്പെട്ട മേരുദണ്ഡത്തിൻ്റെ ഉള്ളിലൂടെ, വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്ന നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ. അത് ഏറ്റവും താഴത്ത് വന്ന് ഇങ്ങനെ ഉരുകിച്ചേർന്ന ഭാഗത്ത് വന്ന് അസ്തമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ദ്വാരമില്ല. അതാണ് കഷ്ടം. അപ്പോൾ നമ്മൾ എത്രമാത്രം ചുറ്റും ഇങ്ങനെ ഓടി നടന്നിട്ടും വലുത് നടന്നിട്ടും ദ്വാരം കാണാതെ നമുക്കതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ഭാഗ്യവാനായ ഈ പറയുന്ന ദുന്ദുകാരി എന്ന് പറയുന്ന ദുർമൃതി പ്രയോഗത്തിനൊരു ദ്വാരം കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിലൂടെ കയറി. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ ദ്വാരം കണ്ടാൽ ഉടനെ കയറിക്കൊള്ളണം. അടിയും കിട്ടും. ഞാൻ മെമ്പറായിരിക്കുമ്പോഴേ രാത്രി വിളിച്ചേക്കാണ് ഒരുത്തം വന്ന് വീടിന് ഈ താഴൊന്നും ഇടൂല. എല്ലാവർക്കും എപ്പോഴും കയറി വരാം. അന്ന് മെമ്പറായിരുന്നപ്പോഴും അങ്ങനെ ഓടി വന്നിരിക്കുന്ന തലപൊട്ടി ശ്രീധരൻ പോലീസിന്റെ ഒലയ്ക്ക് കടി കൊണ്ടതാണ്. വീട് മാറി കയറിപ്പോയതാണ്. ഓ ഓ ഓ എൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വല്ല അലോസരതയുണ്ടോ? പക്ഷെ അതൊക്കെ കേൾക്കണം. അപ്പം അതേ രീതിയിൽ അയാളെയും കൊണ്ടത് ആസ്പത്രിയിലേക്ക് വിടുക.
ആ വീട്ടുകാരെ ചെന്ന് സമാധാനിപ്പിക്കാൻ വീട് മാറിപ്പോയതാ. നമുക്ക് എല്ലാവർക്കും പറ്റും, അങ്ങനെയൊക്കെ പറ്റാതിരിക്കട്ടെ. അപ്പൊ എല്ലാ തരത്തിലും ഈ ദ്വാരം തെറ്റിപ്പോയാലും കുഴപ്പമാണ്. ഏറ്റവും താഴത്തെ ദ്വാരം കീചകം. കീചകം എന്ന് പറഞ്ഞാൽ വണ്ട് തുളച്ച തുള. വണ്ടെന്ന് പറയുമ്പോൾ ഭ്രമരം, ഭ്രമരം എന്ന് പറയുന്ന ഭ്രാമരീ ഗീതം ഭാഗവത്തിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആ ദ്വാരത്തെ കാണുകയാണ്. വണ്ട് തുളച്ച തുള എന്ന് പറയുമ്പോൾ വണ്ടിനെ തുളയ്ക്കാൻ സാധിക്കും. വണ്ടെന്ന് പറയുന്ന ഇല്ലേ, ചില തുളയ്ക്കാറില്ലേ? ആരുടെ തൊട തുളച്ചത്? ഈ വണ്ടൊരാളുടെ തൊട തുളച്ചു. ആരെന്നറിയാമോ? പാവം കർണന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന പരശുരാമൻ അലോസരത വരുന്നത് എന്ന് കരുതി ഇരിക്കുമ്പോൾ മലവണ്ട് വന്ന് തൊട തുളച്ചു. ചോര പ്രളയം. ഉണർന്നു നോക്കുമ്പോൾ ഇയാൾ അത് ബ്രാഹ്മണനല്ല എന്ന് കണ്ട് ശപിക്കണ പാവത്തിന്. കഥ കേട്ടിട്ടില്ല മഹാഭാരതത്തില്? എല്ലാ തരത്തിലും ഉദാത്തമായിട്ടൊരു കഥാപാത്രം. പക്ഷെ സർവത്ര നിന്ദിക്കപ്പെടുന്ന അച്ഛനാര്? അദ്ദേഹം ചോദിക്കുന്ന അച്ഛനാരാ അതിൻ്റെ? അമ്മയാരാ അതിൻ്റെ? അതേപോലെ ശാപഗ്രസ്തനായിട്ടുള്ള വേണ്ടത് വേണ്ടപ്പോൾ തോന്നാതെ പോകട്ടെ എന്ന് പറയുന്ന ഗുരുവിൻ്റെ ശാപം ഏറ്റിട്ടുള്ളൊരു പാവം. അവിടെ ഈ വണ്ട് തുളച്ചതെന്ന് പറയും. വണ്ട് പലയിടത്തും തുളയ്ക്കുന്നതെല്ലാം തന്നെ വാസ്തവത്തിൽ നട്ടെല്ലിൻ്റെ ഉള്ളിൽ സുഷുമ്നാഖണ്ഡത്തിൻ്റെ പര്യവസാന വേളയിൽ തുളച്ചാൽ നല്ലത്. നാളെ ഒരു ബ്രഹ്മയും കൊണ്ടുവരിക, ഞാൻ നിങ്ങളുടെ നട്ടെല്ലിൻ്റെ ചുവട്ടിൽ തുളച്ച് കയറാം, എന്നിട്ട് നിങ്ങൾക്ക് അതിൽ കൂടി കയറാം. അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നിർത്താൻ പോവുകയാണ്. തുളയൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറണ്ടേ? ആരാ കയറണേ? അതിനുള്ളൊരു മറുപടി തരാൻ പറ്റും. ആരാ കയറും? ഞാനിങ്ങനെ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുന്ന എൻ്റെ ശരീരത്തോടുകൂടി അമ്രം പടിഞ്ഞിരിക്കുന്നുണ്ട്. നട്ടെല്ലാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഒരു സാധനം. അതിൻ്റെ ഏറ്റവും ചുവട്ടിൽ ഈ പറയുന്ന വെറ്റബിൾ കോളത്തിൻ്റെ വെറ്റബ്ര അതെല്ലാം തന്നെ ഒരുക്കി ചേർന്നുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ മനസ്സിങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ണ് ഇറുക്കി പിടിച്ചുകൊണ്ട് അതിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഒരു ദ്വാരവും കണ്ട് കയറിയതാരാ? ശരീരം. എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നട്ടെല്ലിൻ്റെ ചുവട്ടിലൊരു ദ്വാരവും ഞാൻ ധ്യാനവേളയിൽ കണ്ടു. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഞാനെന്ന് പറയുമ്പോൾ ആരെ കയറിയത്? പ്രേതാവസ്ഥയിലാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കയറുന്ന കാര്യമാണ് ഇവിടെ പറയുന്നതെന്ന് മറന്നു പോകുമോ? നമ്മളെല്ലാവരും തന്നെ ചത്തു കഴിഞ്ഞാൽ, ശീതൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് ഈ പറയുന്ന ഇളയതിൻ്റെ കർമ്മം കഴിഞ്ഞ് 16 അടിയന്തരം വലിയവപ്പടവുള്ള സവണ്ടിയും കൂടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് വാതിൽക്കൽ വന്ന് മുട്ടുന്ന പ്രേതമാകാതിരിക്കാൻ വേണ്ടി. അത് കേട്ടോ, വേഗത്തിൽ പറഞ്ഞ കാരണം മനസ്സിലായിരുന്നത്. അപ്പൊ എല്ലാ തരത്തിലും ഈ പറയുന്ന പ്രേതമാകാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തന്നെ ഒരു തുളയുണ്ടാക്കിയിട്ട്, തുള അവിടെ ഇല്ല സമ്മതിച്ചോ, തുളയുണ്ടാക്കിയിട്ട് തുള എങ്ങനെ സാധനയിലൂടെ ഉപാസനയിലൂടെ നമ്മളൊരു ദ്വാരമുണ്ടാക്കിയിട്ട് ആ ഉപാസന എന്ന് പറയുന്ന സാക്ഷാൽ ജഗദീശ്വരിയെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ദേവിയുടെ സഹായത്തോടുകൂടി വണ്ട് തുളയ്ക്കുന്ന തുള പോലെ മൂലാധാരത്തിലൊരു തുളയുണ്ടാക്കിയിട്ട്, ഒരു വാക്കിപ്പോൾ വന്നു ഇല്ലേ, മൂലാധാരം. അപ്പോൾ നട്ടെല്ലിൻ്റെ ചുവട്ടിലേക്ക് വന്ന് സംക്രമിക്കുന്ന അവസാനിക്കുന്ന സുഷുമ്നാഖണ്ഡത്തിൻ്റെ ചുവട്ടിൽ മൂലാധാരമെന്ന് വിവക്ഷിക്കുന്ന സങ്കേതത്തിൽ ഒരു ദ്വാരം നമ്മൾ ജപിച്ചും തപിച്ചും സാധന അനുഷ്ഠാനങ്ങളിലൂടെ ഭ്രാമരി എന്ന് പറയുന്ന ദുർഗയുടെ സഹായത്തോടുകൂടി നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുക. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലയോ മനുഷ്യരെ, നിങ്ങൾ വാസ്തവത്തിൽ ശരീരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ സോപ്പിട്ട് തേച്ച് കുളിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കിടക്കാതെ നിങ്ങൾ ഓടി നടന്നിട്ട് എന്ത് കാര്യം? പ്രാന്തപ്രദേശങ്ങളിൽ ചുറ്റി നടന്നിട്ട് ഒന്നും കിട്ടാതെ നമ്മൾ ഉഴലുന്ന രീതിയല്ലേ നമുക്ക്? ജയവിജയന്മാരുടെ കഥ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, അകത്തേക്ക് കയറാൻ പറ്റാതെ ചൂരക്കോലം പിടിച്ച് വാതൊക്കെ കാവൽക്കാരായിട്ട് നിൽക്കുന്ന ഗതികേടല്ലേ അവർക്കുണ്ടായത്? അവരകത്തായിരുന്നെങ്കിൽ ഉരുണ്ട് വീഴുമോ? അതുമാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ അകത്തായില്ല, അതുകൊണ്ട് നമ്മൾ ഉരുണ്ട് വീഴുന്നു. അകത്താകുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നട്ടെല്ലിൻ്റെ ചുവട്ടിലുള്ള സുഷുമ്നാഖണ്ഡത്തിലൊരു ദ്വാരം സ്വാഭാവികമായിട്ട് ഉണ്ടായാൽ നല്ലത്. നമുക്ക് 9 ദ്വാരമല്ല 11 ദ്വാരമുണ്ട്. അതിൽ 2 അടച്ചു വെച്ചിട്ടുണ്ടെന്ന് തലയിലും ഒന്ന് താഴത്തുമാണ്. തലയിൽ അടച്ചു വെച്ചിരിക്കുന്നു ബ്രഹ്മരന്ധ്രത്തെ, താഴത്തെ അടച്ചു വെച്ചിരിക്കുന്നു മൂലാധാരത്തിൽ. നമ്മുടെ ജീവൻ, നമ്മൾ ഓരോരുത്തരും ഞാനെന്ന് പറയുന്ന ആത്മസ്വരൂപം, ജീവാത്മാവെന്ന് പറയുന്ന വ്യക്തിഗതമായിട്ടുള്ള ജീവനെ ഈ തുള ഉണ്ടാക്കിയിട്ട് അതിലൂടെ കയറ്റാൻ ശ്രമിക്കണമെന്നാണ് ഈ പ്രേതത്തിൻ്റെ കഥ പഠിപ്പിക്കുന്നത്. പ്രേതമായിട്ട് കയറാൻ നിങ്ങളിരിക്കരുത് എന്ന്. എന്താ കൂട്ടിച്ചേർത്തത്? പ്രേതമായിട്ട് കയറാൻ നിങ്ങൾ ഉദ്യമിക്കരുത്. അങ്ങനെയുള്ള ഊർധ്വഗതി അവിടെ കയറിയിട്ട് അതിലൂടെ മുകളിലേക്ക് പോകണം, അല്ലാതെ മുകളിലേക്ക് പോയിട്ട് കാര്യമില്ല. കോണി പുറത്തും വയ്ക്കാം, കോണി അകത്തും വയ്ക്കാം. കോണി പുറത്ത് വെച്ചിട്ട് അതിലൂടെ കയറി പോയിട്ട് എന്താ കാര്യം? ബാഹ്യമായിട്ടുള്ളൊരു രീതിയിലുള്ള യാത്രയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ആന്തരികമായിട്ടുള്ള യാത്രയാണ്. കോണി അകത്ത് നിങ്ങൾ നിക്ഷേപിക്കുക, അതിൻ്റെ ഏറ്റവും ചുവട്ടിൽ ദ്വാരം ഉണ്ടാക്കിക്കൊണ്ട് അകത്തുകൂടെ നിങ്ങൾ കടന്നു കയറുക. ആ പ്രവൃത്തിയാണ് ഊർധ്വഗതിക്ക് ഭാഗവതം. ഈ ദ്വന്ദ്കാരിയുടെ കഥ സന്ദർഭം കിട്ടുമ്പോൾ കുറച്ചുകൂടി എല്ലാം തന്നെ കൂടുതൽ പറഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ നോക്കാം. ഏതായാലും ഇന്ന് ഇത്രയും മതി. കടുത്ത മഴ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട. കോട്ടുമായിട്ട് കൂട്ടി പല്ലൊക്കെ കൂടിപ്പോയി.
ചില വാക്കുകൾ ഇങ്ങനെ അറിയാതെ വരുന്ന പല്ല് കൂടി എന്നൊക്കെ. പല്ല് കൂടുമോ? കയ്യൊക്കെ കൂടാറുണ്ട് ഈ വാദം വന്ന്. അപ്പം എങ്ങനെയായാലും അതിക്രമിച്ചിരിക്കുന്ന ഈ സമയത്തിൽ അധികമൊന്നും പറയുന്നില്ല. ഊർധ്വഗതിക്ക് ഭാഗവതം എന്ന് പറയുന്നത് ദ്വന്ദ്വകാരി എന്ന് പറയുന്ന പ്രേതത്തിൻ്റെ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. നിങ്ങളെല്ലാവരും അകത്തേക്ക് കിടക്കുക. അകത്ത് അന്തർയാമിയായിരിക്കുന്ന കണ്ണോത്ത് ഭഗവാനെ അകത്തേനെ കാണാതെ നിങ്ങൾ ബഹിർവ്യാപ്തമായിട്ട് കണ്ടാൽ അന്തർമുഖ സമാരാധ്യ എന്ന് പറയുന്ന പോലെ ബഹിർമുഖ സുദുർലഭ എന്ന് കൂടി പറയുന്ന പോലെ ഈശ്വര നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ആ കഥയാണ് വാസ്തവത്തിൽ ഭാഗവത്തിൽ ഉടനീളം നിങ്ങൾ വായിച്ച് രസിക്കാനിരിക്കുന്നത്. പ്രേതത്തിൻ്റെ മാത്രമല്ല അല്ലാത്ത കഥകളിലൂടെയും കടന്നു പോകുമ്പോൾ ഈ കയറ്റം നിങ്ങൾക്ക് കാണാം, ഈ ഊർധ്വഗതി നിങ്ങൾക്ക് കാണാം, ഈ സോപാന പടികളിലൂടെ മുകളിലേക്ക് കടക്കുന്ന രീതി നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന മഹാത്മ്യം നമുക്ക് ഇത്തരത്തിൽ അവസാനിപ്പിക്കാം. ഇതാണ് ഭാഗവതം. ഇത്തരത്തിൽ മതിയെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മൾ കൊട്ടിപ്പാടി കുറേ ഭജന നടത്തി, എന്താണ് ഈ പറഞ്ഞ രീതിയിൽ കയ്യും കൊട്ടി കാലും കൊട്ടി അങ്ങനെ പാട്ടും പാടിയിട്ട് ഇല്ലേ, വനം പാടി പക്ഷി പാടും ഗാനഭൂമിയാതോ മന്ദം, വാനിൽ നിന്ന് വീണുപോയ അമ്പിളിക്കീറോ. നല്ല രസം, എനിക്കും രസം, നിങ്ങൾക്കും രസം. ഒരു രസമില്ല അതിനകത്ത്. മുഴുവൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വെള്ളുള്ളി, അതിൻ്റെ ചൊവ്വയാണ് കൂടുതൽ. വെള്ളുള്ളി ഒരു ഉള്ളിയും കഴിക്കരുത്. ഭാഗവതം തുടങ്ങി ഒരു ഉള്ളിയും കഴിക്കരുത്. ഉള്ളി സാമ്പാറാണ് നാളെ ഇഡ്ഡലിക്ക് തൃജു ഉണ്ടാക്കാൻ പോണതാ. അവ എങ്ങനെ കഴിക്കും? എനിക്ക് ഉള്ളി സാമ്പാർ വേണ്ട, ഈ ചമ്മന്തിപ്പൊടി മതി എന്ന് പറയരുത്, ഉള്ളത് കഴിക്കാം നമുക്ക്. അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് ആരതിയോടുകൂടി ഭഗവത് അർപ്പണമായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 7 ദിവസക്കാലം കണ്ണോത്ത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. ഇതൊരു ഗുരുവായൂർ പോലെ ആകണം. കണ്ട കാലം മുതൽ അല്ലെങ്കിൽ വന്ന കാലം മുതൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു താല്പര്യമുള്ളൊരു കണ്ണനാണ്. അപ്പോൾ എന്തോ ഇവർക്ക് എന്നോട് താല്പര്യമുണ്ട് എന്ന് എനിക്ക് തോന്നണോ എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഏതായാലും നമ്മൾ കൊണ്ടുവരുന്ന കഥാപാത്രങ്ങളാണ് എല്ലാ വർഷവും ഇവിടെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി പോകുന്നത്. ചിലർക്ക് അത്ര ഒച്ചയില്ല, ചിലർക്ക് ഭയങ്കര ഒച്ചയുണ്ടാവും. അപ്പോൾ അതേ രീതിയിലുള്ള കഥനങ്ങളെല്ലാം തന്നെ നടക്കുന്ന ഇവിടെ അതിസുന്ദരമായിട്ടുള്ളൊരു ഉയർച്ച സാമ്പത്തികമായിട്ടും അതുപോലെ ഭൗതികമായിട്ടും എല്ലാ നേട്ടങ്ങളും ഉണ്ടായിക്കൊണ്ടുണ്ടാകാൻ നിങ്ങൾ നാളെ മുതൽ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ സമർപ്പിക്കുക. വളയെങ്കിൽ വള, തളയെങ്കിൽ തള, സ്വർണ്ണമാകട്ടെ എന്നൊരു പ്രാർത്ഥന, വെള്ളി വേണ്ട. അപ്പോൾ ഇതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങൾ ശ്രേഷ്ഠ മതികളായിട്ട് മാറട്ടെ, ശ്രേഷ്ഠ ജീവന്മാരായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉയർന്ന് ഉദാത്തമായിരിക്കുന്ന ആത്മസമർപ്പണത്തിലൂടെ മോക്ഷത്തിൻ്റെ ആ പദവിയിലേക്ക് എത്താൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തവണ ഒരു കോയിൻ എന്ന് പറയാൻ പറ്റില്ല, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപം അത് പതിപ്പിച്ചിട്ടുള്ളൊരു കോയിൻ നിങ്ങൾക്ക്